പരാം ബോധാനന്തം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. നമ്മൾ ചോദ്യാണെന്ന് തോന്നുന്നു നക്ഷത്രം എടുത്തു. അതിലെ നീർമരുത് എവിടം വരെ പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടോ? നീർമരുതിൻ തൊലി, ഞാവൽ തൊലി, രക്താർശസിൽ ഫലപ്രദം. സുശ്രുതം ഉത്തരസ്ഥാനം 45 1 2 12 13 അല്ലേ? 12 3. നീർമരുതിൻ തൊലിയും കോലരക്കും ശുദ്ധി ചെയ്ത ഗുൽഗുലുവും ചേർത്ത് പൊടിച്ച് നെയ്യ് ചേർത്ത് കുഴച്ച് വച്ച് കെട്ടിയാൽ ഒടിഞ്ഞ എല്ല് കൂടും. കഴിക്കാനും ആ മരുന്ന് മതി. ഇത് കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, നെയ്യും പാലും മാത്രമാണ് കഴിക്കേണ്ടത്. അങ്ങനെ കഴിച്ചുകൊണ്ട് വെച്ച് കെട്ടിയാൽ പെട്ടെന്ന് മാറും. അതിൽ ഗുൽഗുലു ശുദ്ധി ചെയ്തതായിരിക്കണം. ഗുൽഗുലുവിൻ്റെ ശുദ്ധി വേപ്പിൻ്റെ ഇലയും മഞ്ഞളും തിളപ്പിച്ച ആവി ഗുൽഗുലുവിനെ കൊള്ളിക്കുക, ഡോളായന്ത്ര വിധി പ്രകാരം. നിങ്ങളുടെ എളുപ്പവഴി ഒരു ചെമ്പിനകത്തോ വല്ലതും വേപ്പിലയും പച്ചമഞ്ഞളും കൂടെ ഇട്ട് തിളപ്പിക്കുക, ചതച്ചിട്ട് മുകളിൽ കമ്പുപാകി ഗുൽഗുലു അതിൻ്റെ മുകളിൽ തുണിയിൽ കിഴികെട്ടി വയ്ക്കുക. മുകളിൽ വേറൊരു പാത്രം കൊണ്ട് അടച്ച് ആവി പോകാതെ വെച്ച് നല്ലപോലെ ആവി കയറ്റുക. പ്രഷർ കുക്കറൊക്കെ വന്നതിൽ പിന്നെ വളരെ എളുപ്പമാണ്. അതിനകത്ത് ആവി കയറുന്ന വിധം നെറ്റ് വെച്ചിട്ട് വെച്ചാൽ മതി. നല്ലപോലെ ആവി കയറി ശരിയായി കഴിയുമ്പോൾ വാങ്ങിയെടുത്ത് അത് കഴിഞ്ഞ് ചിക്കിയാൽ അതിനകത്തുള്ള കല്ലും കരടുമെല്ലാം പോവും. നേരത്തെ കളഞ്ഞാൽ പോവില്ല, പശയ്ക്ക് കുറവ് വരും. കളഞ്ഞ് അതിനെ ചിറ്റമൃതിൻ നീരിൽ നല്ലപോലെ വറ്റിച്ചെടുത്ത് നെയ്യ് കൂട്ടി വറുത്തെടുക്കുക. ഏറ്റവും നല്ല ഗുൽഗുലുവാണ്, ശുദ്ധ ഗുൽഗുലുവാണ്. ഗുൽഗുലു പലതുണ്ട്. ഏറ്റവും നല്ലത് മഹിഷനേത്രിയാണ്, എരുമയുടെ കണ്ണ് പോലിരിക്കുന്നത്. അതെല്ലാം തിരിച്ചറിഞ്ഞാൽ മാത്രമേ മരുന്നിന് ബലം കിട്ടുള്ളൂ. ഗുൽഗുലുവിന് പകരം പല കറകളും കേരളത്തിലെ അങ്ങാടിക്കടയിൽ വിൽപ്പനയ്ക്കുണ്ട്. അത് ഫലപ്രദമാവില്ല. നല്ല ഗുൽഗുലു വാങ്ങിച്ച് നന്നായി ചിറ്റമൃതിൻ നീരിൽ വറ്റിച്ച് നെയ്യിൽ വറുത്തെടുത്താൽ, മുമ്പ് പറഞ്ഞ പോലെ ശുദ്ധി ചെയ്തെടുത്താൽ അത് ഉപയോഗിച്ചാണ് ഈ മരുന്ന് ഉണ്ടാക്കേണ്ടത്. കോലരക്കും ഗുൽഗുലുവും ശുദ്ധി ചെയ്ത ഗുൽഗുലുവും നീർമരുതിൻ തോലും കൂടി എന്നിട്ട് നെയ്യ് ചേർത്ത് കഴിച്ചാൽ എല്ലുകൂടും. ഹാർട്ടിനും നല്ലതാണ്, ഹൃദയത്തിനും നല്ലതാണ്. അതിൽ എല്ലുകൂടുമെന്നുള്ളത് മാത്രമാണ് ഭാവപ്രകാശം ചികിത്സിതം 48:29 പറയുന്നത്. ഹൃദയത്തിന് നല്ലതാണെന്നുള്ളത് വേറെയാണ്, അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ഇത് ഭാവപ്രകാശത്തിൻ്റെ കൂടെ എഴുതരുത്, അവിടെ കാണുകയില്ല. നിങ്ങൾ എഴുതിയിടുന്നതിൽ തെറ്റ് പറ്റരുത്. പിന്നീട് ആരെങ്കിലും വായിച്ചിട്ട് ഭാവപ്രകാശം എടുത്ത് നോക്കുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ അതുവരെ എഴുതിയതിലുള്ള വിശ്വാസം നഷ്ടപ്പെടും.
എപ്പോഴും നോട്ട് എഴുതി വെക്കുമ്പോൾ ഏതെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അതുള്ളതേ റെഫർ ചെയ്ത് വെക്കാവും. നീർമരുതിൻ തൊലിയും ചന്ദനവും കഷായം വെച്ച് കഴിച്ചാൽ ശുക്രമേഹം ശമിക്കും. ഉറക്കത്തിൽ മൂത്രമൊഴിക്കുമ്പോൾ മലവിസർജനം ചെയ്യുമ്പോഴൊക്കെ പുരുഷന് ബീജം നഷ്ടപ്പെടും. അങ്ങനെ വരുന്നതിനെ ശുക്രമേഹം എന്ന് പറയും. ആവശ്യമില്ലാതെ സ്രവിച്ചു പോകുന്നതിന്. അതിന് നീർമരുതിൻ തൊലിയും ചന്ദനവും കൂടി കഷായം വെച്ച് കഴിച്ചാൽ മതി. അത് സുശ്രുത സംഹിത ചികിത്സിതം 11:9. നീർമരുതിൻ തോലും ഞമയും കഷായം വെച്ച് കഴിച്ചാൽ പൂയമേഹം മാറും. അതും മൂത്രത്തിലൂടെ തന്നെ പോകുന്നതാണ്, പൂയസ്രാവം. ഇത് ഹാരീത സംഹിത 3:28-7 പറയുന്നതാണ്. ഹാരീത സംഹിത. വരഞ്ഞു പൊട്ടുന്ന ത്വക്ക് രോഗങ്ങളിൽ നീർമരുതിൻ തോലും മഞ്ചട്ടിപ്പൊടിയും മഞ്ചട്ടിക്കോലും പൊടിച്ച് തേനോ നെയ്യോ ചേർത്ത് പുരട്ടാം. കഴിക്കാനും നല്ലതാണ്. നീർമരുതിൻ തോല്, മഞ്ചട്ടിക്കോല് അരച്ച് തേൻ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് വരഞ്ഞു കീറുന്ന ത്വക്ക് രോഗങ്ങളിൽ പുരട്ടിയാൽ പെട്ടെന്ന് മാറും. വരഞ്ഞ് കണ്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ കാലിൻ്റെ വെള്ളയും കറുപ്പും ചേരുന്ന ഭാഗം വരഞ്ഞ് കണ്ടിക്കും. അത് വരഞ്ഞ് കണ്ടിക്കുകയാണെങ്കിൽ അതിനൊക്കെ നല്ലതാണ്. ത്വക്കിൽ എവിടെ വരഞ്ഞ് കണ്ടിക്കുമ്പോഴും ചുണ്ട് വരഞ്ഞ് കണ്ടിക്കും, വെള്ളുക എന്ന് പറയും. ശരീരത്തൊക്കെ വരഞ്ഞ് കണ്ടിക്കും. അത് കുട്ടികളിൽ ഈ കണ്ണിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വരഞ്ഞ് കണ്ടിക്കുന്ന രോഗവുമായി കുട്ടിക്കാലത്ത് വരുന്ന കുട്ടികളുണ്ട്. ഹ്യൂമൻ പോപ്പിലോമ വൈറസാണ് മുഖ്യമായി വരുന്നത്. ത്വക്കിലുള്ളൊരു ക്യാൻസറാണ്, അല്ലെങ്കിൽ ഇച്ഛിയോസിസായി വളർന്നിട്ട് നാളെ ക്യാൻസർ ആകാവുന്നതാണ്. അതിനൊക്കെ ചികിത്സിക്കുമ്പോൾ, ആയുർവേദം ചികിത്സിക്കുമ്പോൾ ഒരിക്കലും അത് ക്യാൻസറായി മാറില്ല. 90%ഉം അത്തരം ത്വക്ക് രോഗങ്ങളെ ചികിത്സിക്കുമ്പോൾ, ഇച്ഛിയോസിസിനെ ഒക്കെ ചികിത്സിക്കുമ്പോൾ സർക്കോമയിലേക്ക് അത് മൊഴിമാറാം. സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസറായി മാറുന്ന ഒട്ടേറെ ത്വക്ക് രോഗങ്ങളുണ്ട്, പ്രത്യേകിച്ചും അൾട്രാവയലറ്റ് വികിരണങ്ങൾ. അത് അടിച്ചു കഴിഞ്ഞാൽ അന്നേരെ ത്വക്കിൽ ക്യാൻസറായി മാറാവുന്ന ഒരുപാട് തരം രോഗങ്ങളുണ്ട്. HPV അണുബാധയിൽ നിന്നുണ്ടാകുന്നതും അതല്ലാത്തതുമായ ഒരുപാട് രോഗങ്ങളുണ്ട്. ഡിസ്കോപ്ലാറ്റസ് എറിത്തീമറ്റോസിസ് എന്ന് പറഞ്ഞ് തലയിൽ പ്ലേറ്റ് കമഴ്ത്തിയ പോലെ വട്ടത്തിലുണ്ടാകുന്ന ഒരെണ്ണമുണ്ട്. അതിന് ഡിസ്കോപ്ലാറ്റസ് എറിത്തീമറ്റോസിസ് എന്നാണ് പറയുക. എറിത്തീമയുടെ അനേക സ്ഥലങ്ങൾ ക്യാൻസറിലേക്ക് മൊഴിമാറുന്നതാണ്. അപ്പോൾ ആ നിലയിൽ ഉള്ള രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് വളരെ, മഞ്ചട്ടിപ്പൊടി അതിനൊക്കെ നല്ലതാണ്. പക്ഷേ വരഞ്ഞു കണ്ടിക്കുന്നതിനാണ് ഇത് മുഖ്യമായുള്ളത് എന്ന് അഷ്ടാംഗ ഹൃദയം പറയുന്നു. ത്വക്ക് രോഗങ്ങളിലൊക്കെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. അത് അഷ്ടാംഗ ഹൃദയം പറയുന്നതല്ല, അത് ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ പേര് അഷ്ടാംഗ ഹൃദയം എന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. അഷ്ടാംഗ ഹൃദയം എഴുതുമ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമാണ്. വരഞ്ഞു കണ്ടിക്കുന്ന ത്വക്ക് രോഗങ്ങളിൽ ഇത് പുരട്ടാൻ ഉത്തമമാണ്. മഞ്ചട്ടിയുടെ കോല്, മഞ്ചട്ടിക്കോലെന്ന് പറയുമ്പോൾ മഞ്ചട്ടി പൊടിച്ച് ചേർത്താൽ മതി. ഇലയൊന്നും വേണ്ട, അതിൻ്റെ കോല് മാത്രം, ആ തണ്ട് മാത്രം. ചുമന്ന നിറത്തിൽ, ഒരു ചുവപ്പ് കലർന്ന മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് അതിൻ്റെ ആ കോല് പൊടിച്ചത്. കോലിന് നല്ല ചുവപ്പുണ്ടാവും, അകം പുറമേ ഒരു തോല് കാണും. അതിൻ്റെ കോലാണ് വേണ്ടത്. അത് പൊടിച്ച് ചേർത്ത് തേനോ നെയ്യോ കൂട്ടി പുരട്ടിയാൽ മതി. അഷ്ടാംഗ ഹൃദയം ഉത്തരസ്ഥാനം 32-16. വൃന്ദാമാധവം 57-36. വൃന്ദാമാധവമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. വൃന്ദാമാധവമൊക്കെ നിലവിൽ ഉള്ള ആയുർവേദ ഗ്രന്ഥങ്ങളാണ്, ഇപ്പോഴും ഉള്ളതാണ്. വൃന്ദാമാധവം, അതുപോലെ തന്നെ ശാർംഗധര സംഹിത 3, 11, 12. ഇവയിലെല്ലാം ഒരുപോലെ പറയുന്നതാണ്. വളരെ ഫലപ്രദമായൊരു ഔഷധമാണ്.
അസ്ഥിഭംഗത്തിന് ഒരു മരുന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നീർമരുതിൻ്റെ തോലും കോലരക്കും ഗുൽഗുലു ശുദ്ധിയും കൂടെ. അതേ ഇത് തന്നെ അസ്ഥിഭംഗത്തിന് മറ്റൊരു മരുന്നാണ് നീർമരുതിൻ തോലും ഗോതമ്പും. കഴിക്കാനാണ് കൂടുതൽ നല്ലത്, വെച്ച് കെട്ടാനല്ല. മറ്റത് കഴിക്കുകയും വെച്ച് കെട്ടുകയും ചെയ്യാം. എവിടെയെങ്കിലും എല്ല് പൊട്ടിയാൽ നീർമരുതിൻ തോലും, എല്ലിന് ഏറ്റവും നല്ല ഔഷധങ്ങളിൽ ഒന്നാണ് നീർമരുതിൻ തോല്, മറ്റൊന്നാണ് പ്ലാസ്റ്റിൻ തോല്, വേറൊന്നാണ് എല്ലൊടിയൻ. നീർമരുതിൻ തോലിനെ ഉപാസിക്കുന്നവന് എല്ലിൽ ക്യാൻസർ ഉണ്ടാവില്ല. ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോ ഇംപെർഫെക്റ്റ, ഓസ്റ്റിയോസർക്കോമ, ഇതെല്ലാം, അതായത് ഓസ്റ്റിയോസർക്കോമ, ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ, ഓസ്റ്റിയോപൊറോസിസ്, എല്ലാത്തിനും നീർമരുത് നല്ലതാണ്. കൈ കണ്ട ഔഷധമാണ്. ഇത്തരം ഔഷധങ്ങളൊക്കെ തലച്ചോറിലിരുന്ന് കഴിഞ്ഞാൽ വെറുതെ എഴുതി കൊടുത്താൽ മതി. തലച്ചോറിലുണ്ടാകണം. അന്നേരം ബുക്ക് തപ്പി നടന്നാലൊന്നും കളിയാവില്ല. നിങ്ങളിതെല്ലാം എടുത്തു കൊണ്ടുവന്ന് തട്ടിൻ്റെ പൊക്കത്തിലിടും, എലി പഠിക്കും. ഇത് തലയിലുണ്ടാവണം, ആ സമയത്ത് ഓർമ്മ വരണം. അതിലാണ് ഇതിൻ്റെ വിശ്വാസ്യത ഇരിക്കുന്നത്. അത് ഗോതമ്പും നീർമരുതിൻ തോലും ഇടിച്ച് പാലും നെയ്യും ചേർത്ത് കൊടുത്താൽ എല്ല് കൂടും. വൃന്ദാമാധവം 46:10. ഇന്ന് കാണുന്ന ഹൃദ്രോഗങ്ങളിൽ ഏതാണ്ട് എല്ലാ ഹൃദ്രോഗവും മാറ്റുന്ന ഒരു മരുന്നാണ് നീർമരുത്. അതിൽ 100 ഗ്രാം നീർമരുതിൻ്റെ തൊലി, 100 ഗ്രാം നീർമരുതിൻ തൊലി, 4 ചെമ്പരത്തിപ്പൂവ്, പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ് ആക്കുക. പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം കുടിക്കുക. മുളകും പുളിയും കഴിക്കരുത്. ഇത് ഹൃദ്രോഗത്തിന് സിദ്ധമുറ പറയുന്നതാണ്. സിദ്ധമുറയിലുള്ള ഒരു ഔഷധമാണ്. ഓതുമെൻ്റു നീരിഴവേ ഓടുംപിരമേകും കാതമൻ ഓടക്കടത്തുണ്ട് കാൺപോത മയക്കമൊട്ട് താകമാറു പുരത്തിൽ തയക്കമർക്കും മരുതം ചാറ് എന്ന് സിദ്ധസാമ്രാട്ട് കുപ്പാമുനിയുടെ ഉപദേശമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഇതിൽപ്പെട്ടതാണ് മുമ്പ് പറഞ്ഞത്. ഒരുപാട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ. ചൈതന്യസ്വാമി തന്നെ 2-3 പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ടാവും. പ്രിൻ്റഡായോ എന്ന് എനിക്കറിയില്ല, സ്വാമിയോട് ചോദിക്കണം. വേറെ ഒരു ഗോപാലപിള്ള തർജ്ജമ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പറയണം. അങ്ങനെ കുറേ പേര് സിദ്ധമുറയിലുള്ള പുസ്തകങ്ങൾ തമിഴിൽ നിന്ന് ഒരുപാട് പേര് തർജ്ജമ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. ഏതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. സിദ്ധമുറയിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ സിദ്ധമുറയിലെ ഒരു പ്രസിദ്ധനാണ് കുപ്പാമുനി. നീർമരുത്, ഞാവൽ, പേരാൽ ഇവയുടെ തോല് അമ്പത് ഗ്രാം വീതം എടുത്ത് ഒരു മൺകലത്തിലിട്ട്
2 ഗ്ലാസ് വെള്ളമൊഴിച്ച് കാച്ചി ദിവസവും 2 നേരം $120 ദിവസം തുടർച്ചയായി കഴിക്കുക. ഷുഗർ മാറും. രക്തത്തിലെയും മൂത്രത്തിലെയും ഷുഗറിൻ്റെ അളവ് മാറും. മൂന്ന് ചെടിയേ ഉള്ളൂ: നീർമരുത്, ഞാവൽ, പേരാൽ. പേരാൽ കിട്ടാനിപ്പോൾ ഏതാണ്ട് കോഴിക്കോട് വരെ വിഷമമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണൽമരമായി രാജാക്കന്മാർ വെച്ചുപിടിപ്പിച്ചിരുന്ന മരമാണ്. ഏറ്റവും വലിയ ഔഷധമാണ്. കുട്ടികളുണ്ടാകാതെ വന്നാൽ അതിൻ്റെ മൊട്ട് മതി. വ്രണത്തിൽ പുഴു വന്നാൽ അതിൻ്റെ കറ മതി. പനിക്കതിൻ്റെ ഇല മതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതാണ്. സ്വതന്ത്ര ഇന്ത്യക്ക് ഹൈന്ദവ സനാതന ധർമ്മത്തോടും അതിലെ ആശയങ്ങളോടുമുള്ള എതിർപ്പ് ഈ മരങ്ങളുടെ മേലാണ് കൂടുതൽ പ്രാവർത്തികമാക്കിയത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ. കോഴിക്കോടിനപ്പുറത്ത് അത്രയും ശക്തമായത് വ്യാപിച്ചില്ല. ഏറ്റവും കൂടുതൽ ഈ മരങ്ങൾ വെട്ടിനശിപ്പിച്ചത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ല, പൈതൃകത്തോട് വിരോധം വന്ന ഹിന്ദുക്കൾ തന്നെയാണ്. എന്താ നോക്കുന്നത്? ക്രിസ്ത്യാനി മുസ്ലിം ഒന്നുമല്ല നശിപ്പിച്ചേ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്. കാരണം കേരളത്തിലെ കളക്ടർമാർ, പഞ്ചായത്ത് ഓഫീസർമാർ, വില്ലേജ് ഓഫീസർമാർ, തഹസിൽദാർമാർ ഇവരൊക്കെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് സമീപകാലത്താണ് എണ്ണം കൂടാൻ തുടങ്ങിയത്. ആ സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചിരുന്നത് ഫോറസ്റ്റിൻ്റെ ഓഫീസർമാർ ഇവരൊക്കെ തന്നെ മിക്കവാറും ഹിന്ദുക്കളാണ്. അവർക്ക് തങ്ങളുടെ പൈതൃകത്തോടുള്ള നിഷേധാത്മക നിലപാടിൽ നിന്നാണ് ഇവയൊക്കെ വെട്ടിത്തകർത്തത്. എല്ലാം ക്ലിയർ ഫെല്ല് ചെയ്ത് മാറ്റിയത്. എന്നിട്ട് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ പറമ്പുകൾ പോലും നോക്കിയാൽ കാണാം വീടല്ലാതെ കാര്യമായ മരങ്ങളില്ല. ഇപ്പോൾ അവർ നേരെ ഇവിടെയെല്ലാം തീർത്തിട്ട് പതുക്കെ വടക്കോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടവും കൂടെ വെട്ടി നിരത്താൻ, അവരെ കൂടെ പഠിപ്പിച്ച് വെട്ടി നിരത്താൻ. ഒരു മരം നിൽക്കുന്നത് തിരുവിതാംകൂർ കൊച്ചിയിലെ ജനങ്ങൾക്ക് തീരെ സുഖിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തിലും കോടാലി വെക്കാനുള്ള തയ്യാറാണ്. ഇപ്പൊ പിന്നെ കോടാലി വേണ്ട, മറ്റവനുണ്ട്, ശകടാസുരൻ. അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് പേരാല് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാവലും അതെ, ഞാവലും വളരെ കുറവാണ്. പാലക്കാട് വരെ, പാലക്കാട് ജില്ലയിൽ കുറേ ഉണ്ട് ഞാവൽ. പേരാലൊക്കെ പോയി. പാലക്കാട് ജില്ലയിൽ ഏതാണ്ട് ഗുരുവായൂർ പാലക്കാട് റോഡ് മുഴുവൻ പേരാലായിരുന്നു. അതിപ്പോൾ റോഡ് വികസനം എന്ന പേരിൽ കംപ്ലീറ്റ് വെട്ടി. ഇപ്പുറത്തെ റോഡിൽ NH വികസനത്തിൻ്റെ ഭാഗമായിട്ട് കുതിരാൻ മുതൽ അല്ലേ, കുതിരാൻ മുതൽ ഏതാണ്ട്
വാളയാർ വരെ നിന്നിരുന്ന അതും തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് പേരാല് കാണാനും ഞാവല് കാണാനും ഇനി വഴിയരികിൽ സ്ഥാനമില്ല. പറമ്പിൽ റബ്ബറല്ലാതെ വേറെ ഒന്നുമില്ല. റബ്ബറിന് വേണ്ടിയാണ് ഈ വിശുദ്ധ വൃക്ഷങ്ങളും വിശുദ്ധ ഔഷധങ്ങളും മുഴുവൻ വെട്ടിക്കളഞ്ഞത്. റബ്ബറും കോട്ടരുമയും ഒക്കെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. കോട്ടരുമ എന്ന് പറഞ്ഞാൽ റബ്ബർ വെക്കുന്നിടത്ത് ആ ഇലയുടെ അടിയിലുണ്ടാകുന്ന ഒരു സാധനം. അത് നിങ്ങളുടെ ഭിത്തിയിലൊക്കെ ലൈറ്റ് ഇട്ടാവുന്ന പിടിക്കും. പിള്ളേരെയൊക്കെ ചെറുതായിട്ട് കടിക്കും. അല്ല, ഇത് റബ്ബറിൻ്റെ ഇടയിൽ ആ ഇലയുടെ അടിയിൽ ഒരു ജീവിയാണ്. കോട്ടരുമ എന്നല്ലേ നിങ്ങളതിന് പറയാ? കണ്ടിട്ടില്ല? കറുത്ത് കറുത്ത് പിടിച്ചിരിക്കുന്ന ഒരു സാധനം, ചെവി കയറി പോകുന്നൊക്കെ പണ്ട് പറയും. ചെള്ളം എന്ന് പറയുമ്പോൾ തീരെ ചെറുതാണ്, ഇത് കുറച്ച് വലുതാണ്. ആ വലിയ ചെള്ള് ഉപ്പിളി ആ പേരിലും പറയുമെന്ന് തോന്നും. ഒരു കറുത്തിട്ടൊരു ജീവിയാണ്, വണ്ടിൻ്റെ മാതിരി ഉണ്ടാവും. അത് ചാകുകയില്ല, ഒരു തരത്തിലും ചാകുകയില്ല. ആ സാധനം അതിൻ്റെ ശരീരത്തിൽ നിന്നൊരു സ്രവം ഭക്ഷണത്തിൽ വീഴിച്ചാൽ വിഷാംശമുണ്ട്. വളരെ കൂടുതലുണ്ടാവും. ഈ മുറിയിലൊക്കെ വല്ലാതെ പെരുകുന്ന ഒരു സാധനമാണ്. തീയിട്ടാ ചാകുമെന്ന് സംശയമാണ്. അത്ര റബ്ബറിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് സാധനം. ഷീറ്റ് അടിക്കുമ്പോഴുള്ള ബൈ പ്രോഡക്റ്റ് അല്ല കേട്ടോ. നേർമരുതിൻ തോല് പൊടിച്ച് തേനിൽ ചാലിച്ച് തേനിൽ തന്നെ അരയ്ക്കുകയാണ് നല്ലത്, വെള്ളം അല്പം പോലും ചേർക്കാതെ. നേർമരുതിൻ തോല് നല്ല പോലെ പൊടിച്ച് തേനിലരച്ച് വ്രണങ്ങൾ, മുഖക്കുരു, ത്വക്ക് രോഗങ്ങൾ ഇവയിലൊക്കെ പുരട്ടിയാൽ പെട്ടെന്ന് ശമിക്കുമെന്ന് ചരകൻ. ശ്ലോകസംഖ്യ ഓർമ്മയില്ല, ചരകം വായിച്ചപ്പോഴത്തെ ഓർമ്മയിൽ നിന്ന് എഴുതി പറഞ്ഞതാണ്. അതുകൊണ്ട് തപ്പി പിടിച്ചോളുക. ചരകത്തിലുണ്ട്, അത് ഉറപ്പാണ്. ഓർമ്മ വന്നതൊക്കെ ശ്ലോകസംഖ്യ പറയും, ഓർമ്മ വരാത്തത് ചരകത്തിലുണ്ട് എന്ന് മാത്രം ഇപ്പോൾ വിചാരിക്കുക. നേർമരുതിൻ തൊലി കഷായം വ്രണങ്ങൾ കഴുകാനും ഉപയോഗിക്കാം, അതും അവിടെ തന്നെ ഉണ്ട്. നേർമരുതിൻ്റെ തൊലി പൊടിച്ച് അഞ്ച് ഗ്രാം 1 ഗ്ലാസ് പാലിൽ കലക്കി കുടിച്ചാൽ, 1 സ്പൂൺ, 5 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ, ഒടിഞ്ഞ അസ്ഥികൾ യോജിക്കും വളരെ വേഗം. ഇതിൻ്റെ തോല് തന്നെയാണ് വെച്ച് കെട്ടാനും ഉപയോഗിക്കുക. അസ്ഥിഭംഗത്തിന് വളരെ ഫലപ്രദമാണ്. യോജിക്കും. നേർമരുതിൻ തോല്, പ്ലാശിൻ തൊലി, തഴക്കൈതയുടെ ഊന്നുവേര്, ചങ്ങലം വരണ്ട, എല്ലൊടിയൻ, കറുത്തയട്ട, ചെന്നിനായകം, കറ്റാർവാഴപ്പോള, നവരയരി, അയമോദകം, ഇതൊക്കെ എല്ലിൽ നല്ല പ്രവർത്തനമുള്ളതാണ്. ചെറുപയർ, ഇവയൊക്കെ
വച്ച് കെട്ടാൻ, ആഹാരം കൊടുക്കാനൊക്കെ അതൊക്കെ ആ കൈപ്പാകം അനുസരിച്ച് പഠിക്കുന്നവൻ ഇതിനെ മറിച്ചും തിരിച്ചും ഒക്കെ ഉപയോഗിക്കും. എങ്ങനെ ഉപയോഗിച്ചാലും എല്ലിലെ ക്യാൻസർ ഉൾപ്പെടെ മാറും, വളരെ സിമ്പിളായിട്ട് മാറും. ഇത്രയും സാധനമേ ഉള്ളൂ. ഇത്രയും സാധനം സുഖമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും മറിച്ചും തിരിച്ചും ചികിത്സിക്കാം. ആദ്യമായിട്ടൊരു രോഗം, അതിനുപയോഗിക്കാവുന്ന ഔഷധങ്ങൾ, അതൊക്കെ ഇങ്ങനെ പഠിച്ച് തലയിൽ കയറണം. അന്നേരം ആരെങ്കിലും എല്ലുമായി വരുമ്പോൾ ഇത് 2 ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു, 2 അങ്ങോട്ട് ഇട്ട് കൊടുത്തു, അതൊക്കെ സഡനായിട്ട് എഴുതി കൊടുക്കുമ്പോൾ അവൻ കൊണ്ടുപോകും, ഫലം വരുമ്പോൾ അവൻ നാട്ടുകാരോട് പറയും. അങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. വളരെ ബെസ്റ്റാണ്. അത് പേശിക്കാണ് കൂടുതൽ നല്ലത്. എല്ലിനേക്കാൾ പേശിക്കാണ് അത് നല്ലത്. പിന്നെ ആടിൻ്റെ നടനാലും നട്ടലും, അതും എല്ലിന് ബെസ്റ്റാണ്. എല്ലൊടിയൻ എന്ന് പറയുന്ന ഒരു ഓർക്കിഡാണ്. അത് 3-4 വെറൈറ്റി ഉണ്ട്. അതിൽ ഒരു വെറൈറ്റി വളരെ ബെസ്റ്റാണ്. അത് കഞ്ഞി വെച്ച് കുടിച്ചാൽ എല്ല് കൂടും. എല്ലിലെ ക്യാൻസറിന് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഓസ്റ്റിയോ സർക്കോമ മാത്രമല്ല, സാധാരണഗതിയിൽ ബ്രസ്റ്റിലെ ക്യാൻസർ ലങ്ങിലേക്ക് കടന്നിട്ട് പിന്നെ അത് എല്ലിലേക്ക് ബാധിക്കും. ആ വേളയിൽ ഇത് കൊടുത്താൽ, ഈ പറഞ്ഞൊക്കെ കൊടുത്താൽ പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി വേറെ കാര്യമൊന്നുമില്ല, ഇത് കൊടുത്താൽ മതി. ഇതൊക്കെ നിങ്ങൾ എഴുതിക്കൊണ്ടുപോയാലും നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാനൊന്നും പറ്റില്ല. ഒന്ന് നിങ്ങൾക്ക് ഭയം. നിങ്ങളുടെ കൂട്ടത്തിൽ വൈദ്യന്മാർ തന്നെ ഇരിപ്പുണ്ട്, ഡോക്ടർമാരിരിപ്പുണ്ട്. അവർക്കൊക്കെ ഇതൊന്നും കൊടുക്കാൻ ആദ്യം തോന്നുകയില്ല. അതിന് പകരം നേരെ കീമോ എടുത്തു, അല്ലെ റേഡിയേഷൻ എടുത്തു, നേരെ പോക്കോ, ഇതിന് ആയുർവേദത്തിൽ മരുന്നില്ലെന്ന് ഇവർ തന്നെ പറഞ്ഞു വിടും. അങ്ങനെയാണ് ആയുർവേദം നശിക്കുന്നത്. പനിക്കാരെങ്കിലും വന്നാൽ പറയും, അയ്യോ പനിക്ക് ആയുർവേദത്തിൽ മരുന്നില്ല, നേരെ പൊക്കോളാൻ പറയും. പനിക്കാണ് ഏതാണ്ട് 1 ലക്ഷത്തോളം ഔഷധങ്ങളുള്ളത്. ആ പനിക്ക് മരുന്നില്ലെന്ന് പറഞ്ഞു. ഡങ്കിപ്പനിയ എല്ലാത്തിനും ആയുർവേദത്തിൽ മരുന്നുണ്ട്, ആ ശാഖയിലുള്ളതിനൊക്കെ. ജ്വരം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. ജ്വരമാണ് രോഗമെന്ന് തന്നെ ആയുർവേദം അനുശാസിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു തൻ്റെ ഇടം വേണം. ഇപ്പോൾ എഴുതിയെടുത്താലൊന്നും പറ്റില്ല. ഒന്ന് കൊടുത്തു മാറിയത് കണ്ടിട്ടുണ്ടാവണം, അപ്പോഴാണ് തൻ്റെ ഇടം വരുന്നത്. അതിനിപ്പോൾ ആയുർവേദ മെഡിക്കൽ കോളേജുകളിൽ അതിനുള്ള സാധ്യതയില്ല. ആകെ വാദത്തിനുള്ള ചികിത്സ മാത്രമേ ഉള്ളൂ. ആം ഐ റൈറ്റ്? അതാകെപ്പാടെ 5-8 എണ്ണത്തിന്. അത് ചിലത് കുളമാവുകയും ചെയ്യും. ചെയ്യുന്നതിൻ്റെ തെറ്റുകൊണ്ട് ചിലത് കുളമാവും. ഒരിക്കലങ്ങനെ കുളമായാൽ പിന്നെ അതും കൂടെ മരുന്ന് കൊടുക്കാൻ പേടിയാവും. കാരണം വേർപ്പിക്കുമ്പോൾ പൊള്ളും. ശരിയല്ല. ഒരിക്കൽ പൊള്ളിയാൽ പിന്നെ ഡോക്ടർ തന്നെ പിന്നെ വേർപ്പിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. വേർപ്പിക്കുന്ന യന്ത്രത്തിൻ്റെ അടുക്കൽ നിന്ന് അകലെ പോയിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗതികേട്. ഇതൊക്കെ കണ്ട് നല്ല കൈപ്പാകം വന്നവരുടെ അടുക്കൽ നിന്ന് നല്ല തൻ്റെ ഇടത്തിൽ ചികിത്സിച്ച് പഠിക്കണം. അപ്പോൾ ഇത് മാറുമെന്ന് പറഞ്ഞാൽ എണ്ണിക്കൊണ്ട് മാറും. മരുന്ന് കഴിക്കുന്നവൻ ശരിക്കാണ് കഴിക്കുന്നതെങ്കിൽ, പരിചാരകൻ മര്യാദക്കാരനാണെങ്കിൽ, പഥ്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ഫലം തീർച്ചയാണ്. പിന്നെ അത്രയൊക്കെ എന്തിനാ മെനക്കെടുന്നത്? ആകെപ്പാടെ ജീവിക്കാനുള്ളത് ഉണ്ടാക്കണം. അതൊന്നുമില്ലാതെ തട്ടിട്ട് എഴുതിയാലും കിട്ടുന്ന കാലമാണ്. പിന്നെ എന്തിനാ വെറുതെ വയ്യാവേലിക്ക് പോകും? അതുകൊണ്ട് അങ്ങനെയല്ല അത് ചികിത്സ പഠിക്കേണ്ടത്. ചികിത്സ ശരിക്കും പഠിക്കണം. വളരെ എളുപ്പത്തിൽ മാറും. ഏതാ പറഞ്ഞേ? പാലിൽ കഴിച്ചാൽ അസ്ഥി കൂടുമെന്നല്ലേ? 25 ഗ്രാം നീർമരുതിൻ തൊലി, 240 ml വെള്ളത്തിൽ വറ്റിച്ച് 60 ml ആക്കുക. 30 ml വീതം രണ്ടു നേരം പതിവായി കഴിക്കുക.
25 ഗ്രാം നീർമരുതിൻ തൊലി 240 ml വെള്ളത്തിൽ തിളപ്പിച്ച് 60 ml ആക്കി 30 ml വീതം 2 നേരം പതിവായി കഴിച്ചാൽ എല്ലാ പിത്തവികാരങ്ങളും ശമിക്കും. രക്തസ്രാവം, നീര്, പാണ്ഡുത, അനീമിയ, ഹൃദ്രോഗമെല്ലാം മാറും. ആ പാണ്ഡുത ലുക്കീമിയ ഉൾപ്പെടെ മാറുമെന്നുള്ളതാണ് സത്യം. രക്തപിത്തത്തിന് നല്ലതാണ്, ലുക്കീമിയയ്ക്ക് നല്ല. ലുക്കീമിയ പാണ്ഡുതപ്പെട്ടതാണ്. നീർമരുതിൻ തൊലി കഷായം വെച്ച് കഴിച്ചാൽ തേൾ വിഷം മാറും. എല്ലാ ജംഗമ വിഷങ്ങൾക്കും കഴിക്കാം. പാമ്പ് കടിച്ചാലും കഴിക്കാം. എല്ലാ പിത്തരോഗങ്ങൾക്കും ഫലപ്രദമാണ്. കുടലിൽ നിന്നും മറ്റും രക്തം, ജലമൊക്കെ പ്രവഹിക്കുകയാണെങ്കിൽ ഈ കഷായം മതി, എല്ലാ അതിസാരവും മാറും. അതിസാരത്തിന് അത്യന്ത ഫലപ്രദമായൊരു ഔഷധമാണ് ഈ കഷായം. അതിസാരമല്ലെങ്കിൽ പ്രവാഹിക. നീർമരുതിൻ തൊലി കഷായം വെച്ച് അതിൽ ശർക്കര ചേർത്ത് കുറുക്കി നല്ലപോലെ കുറുകി വരുമ്പോൾ നീർമരുതിൻ്റെ തൊലി തന്നെ പൊടിച്ചത് കൂടെ ചേർക്കുക. നീർമരുതിൻ തൊലി പൊടിച്ച് ചേർത്ത് ഇളക്കിയുണ്ടാക്കുന്ന ലേഹ്യം ഹൃദ്രോഗത്തിന് അത്യന്ത ഫലപ്രദമാണ്. ബ്ലോക്കൊക്കെ അപ്പോഴേ അലുത്തു പോവും. ചിലവൊന്നുമില്ല, ആകെ നീർമരുതിൻ്റെ തൊലിയുടെ കഷായവും നീർമരുതിൻ തൊലിയുടെ പൊടിയും ശർക്കരയും. ഒരു ദിവസത്തെ നല്ലൊരു പണി ഇത്രേ വേണ്ടൂ. ഹൃദയാന്ത ചർമ്മവീക്കം, ഹൃദയത്തിൻ്റെ അകത്തെ പേശി തടിക്കുക, അതിനാണ് ഹൃദയാന്ത ചർമ്മവീക്കം. ഉള്ളിലെ തൊലിക്ക് വീക്കം വരിക. ഹൃദയത്തിൻ്റെ ഇടത്തെ ഓറിക്കിളിൽ നിന്ന് വെൻട്രിക്കിളിൽ നിന്നും രക്തം വരിക. ഹൃദയകോശങ്ങൾക്ക് വീക്കമുണ്ടാവുക. ഹൃദയത്തിന് ശക്തിയായി വേദനയുണ്ടാവുക. ഇതുകൊണ്ടൊക്കെ വലയുന്നവർക്ക് നീർമരുതിൻ്റെ തൊലി പൊടിച്ച് പശുവിൻ പാലിൽ ചേർത്ത് വെറും വയറ്റിൽ പതിവായി സേവിച്ചാൽ മതി. ഏതൊക്കെയാണെന്ന് ഓർക്കണം. ഹൃദയാന്ത ചർമ്മവീക്കം, ഹൃദയത്തിൻ്റെ ഇടത്തെ ഓറിക്കിളിൽ നിന്നും വെൻട്രിക്കിളിൽ നിന്നും രക്തം വരിക, ഹൃദയത്തിൻ്റെ കോശവീക്കം, ഹൃദയത്തിൻ്റെ ശക്തിയായ വേദന. ഈ രോഗങ്ങളിലെല്ലാം നീർമരുതിൻ തൊലി പൊടിച്ചു വെച്ച് വെറും വയറ്റിൽ പതിവായി സേവിച്ചാൽ മതി. പശുവിൻ പാലിൽ എന്നേക്കുമായി പോകണമെങ്കിൽ 1 വർഷം വരെ ഇത് സേവിക്കാം.
വരാതിരിക്കാനും നല്ലതാണ്. മുൻകരുതലായും കഴിക്കാം. നീർമരുതിൻ തൊലി രക്തചന്ദനവും പഞ്ചസാരയും ചേർത്തരച്ച് ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ രക്തചന്ദനവും പഞ്ചസാരയും ചേർത്തരച്ച് ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ ചുമച്ച് ചോര തുപ്പുന്നത് മാറും. ക്ഷയരോഗത്തിന് നല്ലതാണ്. മഹോദരത്തിൽ മരുന്നില്ലാത്തതാണ്. അത് വർദ്ധിച്ചു വരുമ്പോൾ അത് മഹോദരമായി മാറും. യകൃതുദരവും പ്ലീഹോദരവും ജലോദരവും എല്ലാം മഹോദരത്തിലേക്ക് മൊഴിമാറിയാൽ പിന്നെ അതിന് മാറ്റമില്ല. അങ്ങനെ വരുന്ന മഹോദരം മാറണം എന്നുണ്ടെങ്കിൽ മറ്റൊരു മരുന്നും വേണ്ട, നീർമരുതിൻ്റെ തൊലി പൊടിച്ച് നിത്യേന കഴിച്ചാൽ മതി. ക്ഷമയോടെ കുറേ കാലം എടുക്കും, തീർത്തു മാറും. തീർത്തു മാറും. യകൃതുദരം ലിവർ സിറോസിസ്, പ്ലീഹോദരം സ്പ്ലീൻ സിറോസിസ്, ജലോദരം അസൈറ്റിസ് ഫോം ചെയ്തത്, ഇത് വർദ്ധിച്ച് വിഷമാവസ്ഥയിലെത്തുമ്പോൾ മഹോദരമെന്ന് പറയും. വയറ് വീർക്കും, നീല നിറത്തിൽ അതിൽ ധമനികൾ കാണപ്പെടും. അങ്ങനെ സർവലക്ഷണയുക്തമായി വരുമ്പോൾ മറ്റു മരുന്നൊന്നും കൊടുക്കാൻ നോക്കണ്ട. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. പതിവായി 2 ഗ്ലാസ് മാമ്പഴച്ചാറ് കൊടുക്കുക. വളരെ ഫലപ്രദമാണ്. മാമ്പഴത്തിൻ്റെ ചാറ്, ജീവൻ നിലനിർത്താൻ മാമ്പഴച്ചാറ് കൊടുക്കാം. അല്പം ചോറുണ്ണുവെങ്കിൽ ചെറിയ ഉള്ളി കൊണ്ട് സാമ്പാർ വെച്ച് കൊടുക്കാം. പിന്നെ ഈ നീർമരുതിൻ തൊലിയുടെ പൊടിയും കൊടുക്കാം. ഇത്രയാണ് ഫലപ്രദം. അതിൽ നീർമരുതിൻ തൊലിയുടെ പൊടിയായാലും മതി, മാത്രം കൊണ്ടും മാറും. മരണമാണ് അതിൻ്റെ ഫലം. പക്ഷേ ആളിൻ്റെ വയറ് വറ്റി വരും, സുഖമാവും. നമുക്ക് ഈ മരുന്ന് അറിയാവുന്നവരുടെ അടുക്കൽ എത്തിയാൽ മരിക്കുകയില്ല. ഇപ്പം അറിയാവുന്നവർ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവർക്ക് ഓർമ്മയും വരണം. പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ചിലപ്പം അവൻ്റെ സമയമായെങ്കിൽ വൈദ്യന് ഈ മരുന്ന് ഓർമ്മ വരില്ല, വേറൊരു മരുന്ന് എഴുതും ഉണ്ടാവും. ഇതൊക്കെ പഠിച്ചു വെച്ചാലും ആ സമയത്ത് രോഗി വരുമ്പോൾ അവന് ഭാഗ്യമുണ്ടെങ്കിലാണ് ഓർമ്മ വരുന്നത്. കുറച്ച് അവൻ്റെ പുണ്യം, കുറച്ച് വൈദ്യൻ്റെ പുണ്യം. കാരണം വൈദ്യനാണല്ലോ ഇതിൻ്റെ പേര് ലഭിക്കുന്നത്, പ്രശസ്തി ലഭിക്കുന്നത്. മറ്റത് മരുന്നിൻ്റെ പൈസ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല. രോഗം മാറും. നീർമരുതിൻ്റെ ഇലയരച്ച് പൊതിഞ്ഞാൽ വ്രണം ഉണങ്ങും. ചന്ദനവും നീർമരുതിൻ തൊലിയുള്ള കഷായം നേരത്തെ പറഞ്ഞതാണല്ലേ, അല്ലേ? നീർമരുതിൻ തൊലി, കടുക്കാത്തോട്, ചേർത്ത് സേവിച്ചാൽ
ഗൊണോറിയ പോകും. സിഫിലിസിനും നല്ലതാണ്. ഔപസർഗിക രോഗങ്ങൾക്കെല്ലാം ഫലപ്രദമാണ്. രക്താതിസാരത്തിന് നീർമരുതിൻ തൊലി ആട്ടിൻപാലിൽ അരച്ച് കഴിച്ചാൽ മതി. നീർമരുതിൻ തൊലി 500 ഗ്രാം. ആടലോടകത്തിൻ്റെ ഇല പിഴിഞ്ഞ നീര് 1 ലിറ്റർ. ചേർത്ത് നന്നായി ഇളക്കി വെയിലത്ത് വെക്കുക പകല്. അടുത്ത ദിവസം വീണ്ടും അങ്ങനെ വെക്കുക, വീണ്ടും നീരെടുത്ത്, അങ്ങനെ 7 തവണ ഭാവന ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിന് ഭാവന ചെയ്യുക എന്ന് പറയും. ഏഴ് ദിവസം ഭാവന ചെയ്ത് ഉണക്കി പൊടിക്കുക. 7 തവണ. കൂടുതലാവാം, കുറയരുത്. ആ പൊടിയും കൽക്കണ്ടവും പശുവിൻ നെയ്യും തേനും ചേർത്ത് കുഴച്ചു വെച്ച് പതിവായി കഴിച്ചാൽ ക്ഷയവും ചുമച്ച് ചോര തുപ്പുന്നതും വ്രണങ്ങളും മാറും. ഇത് കഴിക്കുമ്പോൾ ഇതിൽ സമർത്ഥരായ വൈദ്യന്മാർ സ്വർണഭസ്മവും പവിഴഭസ്മവും അബ്രഭസ്മവും 30 മില്ലിഗ്രാം വീതം ചേർക്കും. ചിലർ സ്വർണഭസ്മവും അബ്രഭസ്മവും പവിഴഭസ്മവും മുക്കുറ്റി ചേർത്ത് അരച്ചുരട്ടി കഴിച്ച് ഈ ലേഹ്യം അനുപാനമായി കഴിക്കും. ക്ഷയം, രാജേഷ്മ തുടങ്ങിയ രോഗങ്ങൾക്ക് ഫലപ്രദമാണ്. അത് കുറച്ചുകൂടെ അതിൻ്റെ കൂടിയ അവസ്ഥ. അതിലൊക്കെ കൂടുതൽ ഈ ഔഷധം കഴിച്ചാൽ HIV മാറും. ചെറിയ ആടലോട് ഒരുപാട് വ്യത്യാസം ആണ്. രണ്ടാമത് വളരെ വ്യത്യാസം. ഇതിൽ ഏറ്റവും ഇതിൻ്റെ ഫലം HIV മാറും. അതായത് CD4 CD8 ഇൻക്രീസ് ചെയ്യും. ആധുനിക ഭിഷഗ്വരന്മാരെ പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു മരുന്നാണ്. കയ്യിൽ ശരിക്കും ഉണ്ടാക്കി വെച്ച് പ്രയോഗിച്ചാൽ വേറെ ഒന്നും ചികിത്സിക്കണ്ട. ഭസ്മം നമ്മൾ കുടഞ്ചി എടുക്കണം, അല്ലെങ്കിൽ ദഹിക്കില്ല. വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കണം. ഒരു കമ്പനിയുടെ ഭസ്മം മേടിച്ചാലും വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കില്ല. കാരണം മൈക്രോൺസിൽ അരച്ചെടുക്കണം. അത് ശരിയായ രീതിയിൽ ഈ ഔഷധം കൊടുത്താൽ ഒരു വൈദ്യൻ ഇതുമായിട്ട് മാത്രം ഇരുന്നാൽ മതി, കാശുണ്ടാക്കാനാണെങ്കിൽ.
കാരണം ഇത് പിടിച്ചു കഴിക്കുന്നവനെല്ലാം കോടീശ്വരന്മാരാണ്. ഇന്ത്യയിൽ കോടീശ്വരന്മാരുടെ കുടുംബത്തിലായി രോഗം കൂടുതലുള്ളത്. അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് ഈ രോഗം ഇന്ന് വളരെ കൂടുതൽ. അതുകൊണ്ട് എത്ര ലക്ഷം രൂപയും മുടക്കും. ഇതുണ്ടാക്കി വെച്ചൊരു കുപ്പി വീതം കൊടുത്ത് ഒരു 50,000 രൂപ വെച്ച് ഈസിയായിട്ട് മേടിക്കുക. സ്വർണ്ണഭസ്മൊക്കെ അല്ലേ, ഇന്നെന്താ കുഴപ്പം? നല്ലപോലെ നീറ്റായി പുടം ചെയ്യണം. 4 പേരുടെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ തന്നെ അന്വേഷിച്ചു വരും. ഇതിന് മാത്രമായിരിക്കുകയാണെങ്കിൽ. മറ്റു രോഗങ്ങൾക്കൊപ്പമാണെങ്കിൽ ഇടയ്ക്ക് വല്ല രോഗവും. വളരെ ഫലപ്രദമാണ്. ഒരു കേസ് ഫെയിലിയർ ഉണ്ടാവില്ല. ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. ഒടിവ്, ചതവ്, കരുവാളിപ്പ് ഇവയ്ക്കെല്ലാം തൊലിയരച്ച് പാലിൽ കഴിച്ചാൽ മതി. പനിയുള്ളവർക്ക് വിരേചനത്തിന് നീർമരുന്നിൻ തൊലി കഷായം മതി. പനി ശമിക്കുകയും ചെയ്യും. പൈത്തിക വ്രണങ്ങൾ കഴുകാനും ഈ കഷായം മതി. നിങ്ങൾ എഴുതാൻ ഒരുപാട് നേരം എടുക്കുന്നുണ്ട്. അതിന് കാരണം നിങ്ങൾ മുഴുവൻ എഴുതുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? പൈത്തിക വ്രണങ്ങൾക്ക് തൊലിക്കഷായം ഇത്ര എഴുതിയാൽ മതി. ബാക്കി പിന്നെ വീട്ടിൽ പോയി പൂരിപ്പിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് ഇത് സ്പീഡിൽ എഴുതാൻ പറ്റുന്നത്. ഞാൻ നിങ്ങൾ അങ്ങനെയാണ് എഴുതുന്നതെന്ന് വിചാരിച്ചാണ് ഈ സ്പീഡിൽ പറയുന്നത്. മുഴുവൻ എഴുതുകയാണെങ്കിൽ മുഴുവനുമുള്ള സമയം എടുത്ത് പറഞ്ഞുതരാം. മുഴുവൻ എഴുതിയാൽ പിന്നെ ഇത് അട്ടത്തേക്ക് പോകും. നോട്ടായിട്ട് എഴുതിയാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നുകൂടെ നോക്കാൻ തോന്നും. ആം ഐ റൈറ്റ്? എഴുതിയെടുത്തുകൊണ്ട് പോയത് ഏതെങ്കിലുമൊക്കെ പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ചെയ്തിട്ടുണ്ട്. ഫലമുണ്ടോ? ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇവിടുന്ന് ഒരാൾ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു, അവിടുന്ന് ഒരു ഡോക്ടർ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഫലമുണ്ടോ? ചെറിയ തോതിൽ മുറിവൈദ്യനെങ്കിലും ആയി തുടങ്ങിയോ? ആളുകൾ സംശയം വന്നാൽ വിളിച്ചു ചോദിക്കാൻ തുടങ്ങിയോ? വളരെ ഫലപ്രദങ്ങളായി ഔഷധങ്ങളെല്ലാം. അതായത് നക്ഷത്ര വൃക്ഷങ്ങൾ വീട്ടിനടുത്ത് ഒരേക്കർ പറമ്പ് വാങ്ങിച്ച് നിരത്തി അങ്ങ് നട്ടുപിടിപ്പിക്കുക. താമസിക്കുന്നതിനപ്പുറത്ത് വളർന്നു വരുന്നതിനനുസരിച്ച് ഇലയൊക്കെ എടുക്കാൻ വളരാൻ നോക്കണ്ട. പൊഴിഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. തോലെടുക്കാൻ പുറത്തുനിന്ന് പോയി തൽക്കാലം എടുക്കുക. വളർന്നു വരുന്നതിനനുസരിച്ച് ഉപയോഗിക്കാൻ തീരുമാനിക്കുക. അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അതെടുക്കാൻ ചെല്ലുമ്പോൾ തല്ലുമായി. കമ്മറ്റിക്കാരൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഉള്ളതാണ്. അത് നാട്ടുകാർക്കുള്ളതൊന്നും ആവില്ല. മറ്റത് നിങ്ങൾ ഒരു ഏക്കർ പറമ്പ് വാങ്ങിക്കുക, വില കുറഞ്ഞ സ്ഥലത്ത്, ഇതങ്ങ് വെച്ചു പിടിപ്പിക്കുക. ഇതൊക്കെ എഴുതി നല്ല റെഡിയാക്കി വെക്കുക. പിള്ളേർ വളരുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ രോഗവും ചികിത്സിക്കാം. ഏതാണ്ട് നിലവിലുള്ള എല്ലാ രോഗങ്ങളും ഈ വൃക്ഷങ്ങൾ കൊണ്ട് തന്നെ ചികിത്സിക്കാം. നിങ്ങളിപ്പോൾ ഇതുവരെ എഴുതിയതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. സാമാന്യ രോഗങ്ങളെല്ലാം അതിൽ പെട്ടിട്ടുണ്ട്. ശരിയാണോ എന്ന് ആലോചിച്ചോ? ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഇതിനെ ഒരു കാര്യം ചെയ്യുക, ചികിത്സിക്കുന്നത് നിങ്ങളാണെങ്കിൽ ഒരു കൊച്ചിനെ വിട്ട് ഒരു BAMS എടുത്ത് അവിടെ ഇരുത്തുക.
വല്ലൊരു അന്വേഷണത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈക്കാരനാന്ന് പറയുക. ബസ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ കാശ് മേടിച്ചാൽ കുഴപ്പം. കാശ് മേടിക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പറഞ്ഞു കൊടുത്തു. അവനല്ലേ പോയി പറിക്കുന്നത്, നിങ്ങൾ പറിക്കുന്നില്ലല്ലോ, നിങ്ങൾ അരച്ചു കൊടുക്കുന്നില്ലല്ലോ. ഉണ്ടാക്കി വിറ്റാൽ കാശായി, അത് പ്രശ്നമായി. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് പേടി കൂടാതെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. മിടുക്കന്മാരാണെങ്കിൽ നേരെ പോയി ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കുക. ശർക്കര, നെയ്യ്, തേന്, ഈ മരുന്നുകൾ, ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നെയ്യ് ഉണ്ടാക്കി കൊടുക്കുക. കഷായമാവരുത്, കഷായമാവരുത്. ഘൃതങ്ങളും ലേഹ്യങ്ങളും സിറപ്പുകളും നിങ്ങൾക്ക് സുഖമായി ഉണ്ടാക്കി കൊടുക്കുക. ഒരു ഡ്രഗ് ലൈസൻസും ഇല്ല. യാതൊരു പേടിയും വേണ്ട. കാശും വാങ്ങിക്കാം. ഇല്ല, കഷായം പറ്റുകയില്ല. കഷായം എന്ന് പറയുമ്പോൾ ആയുർവേദമായി. മറ്റത് നിങ്ങളൊരു ഫുഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രസാദം. പണിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു കോടതിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കണം. കറക്റ്റായിരിക്കണം, ടെസ്റ്റ് ക്ലിയർ ആയിരിക്കണം, കണ്ടന്റ് അതേൽ എഴുതണം. ബസ്. അല്ലാത്തതിന് ഒരു ഡോക്ടറെ വെച്ചോ. ഡോക്ടർക്ക് ദിവസത്തിന് 250 രൂപയും നിങ്ങൾക്ക് ബാക്കി കാശ്. കുറേ കഴിയുമ്പോൾ ഡോക്ടർ ഉടക്കും. അന്നേരം പുതിയ ഡോക്ടറെ വെച്ചോളുക. അന്നേരം പാസ്സായി ഇറങ്ങുന്നവർ വേറെ ഉണ്ടാവും. കണ്ടന്റ് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുത്താൽ പിന്നെ നിൽക്കുകയല്ല, പിന്നെ അവർ പോയി തുടങ്ങും. എണ്ണയൊക്കെയാവാം, എണ്ണയാവാം. പക്ഷെ എണ്ണയ്ക്കും ഡോക്ടർ കുറിക്കണമെന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ മല്ലടിച്ച് നിൽക്കാനുള്ള കഴിവ് വേണം. ആ സമയത്ത് നിങ്ങൾക്ക് കഴിവുണ്ടാവില്ല. ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഭാര്യയും പിള്ളേരും ഒക്കെ നിലവിളിക്കാൻ തുടങ്ങും. അതിനിറങ്ങിത്തിരിക്കുമ്പോൾ അതൊക്കെ ഇല്ലാതെ ഇറങ്ങിത്തിരിക്കണം. പിന്നെ അവസാനം സ്വാമി പറഞ്ഞിട്ടാണെന്ന് നിങ്ങൾ പറയും. മനസ്സിലായില്ല? അതൊന്നുമില്ലെങ്കിൽ എന്തും ചെയ്യാം. അവിടെ പോയി കിടന്നാലും ആൾ വരും. നല്ല ഡോക്ടറാണ്, പിടിച്ചുകൊണ്ടെന്ന് ജയിലിലിട്ടു. ജനം അവിടെ അന്വേഷിച്ച് വരും. ജയിൽ സൂപ്രണ്ടിനെ കണ്ടിട്ട് പറയും, എനിക്കൊരു കഷായം അങ്ങേരെ കൊണ്ട് കുറിപ്പിക്കണം. അത് വ്യാജന. അതവിടെ കിടന്നോട്ടെ. വ്യാജനോ ഇത് വേണമെങ്കിൽ എനിക്ക് അയാളുടെ മരുന്ന് വേണം. ബസ്. ഇതിനൊക്കെ ചില്ലറ തൻ്റെ ഇടം പോരാ. അതിന് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ആദ്യം സർട്ടിഫിക്കറ്റ് എടുത്ത് ഒരൊറ്റ ഏറ് വെച്ച് കൊടുക്കണം. ഗംഗയിൽ ഒഴുക്കിയിട്ട് തൻ്റെ ഇടമായിട്ട് പണി ചെയ്യാൻ പഠിക്കണം. കാരണം ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റിനൊക്കെ പുല്ല് വിലയാണ്. അത് മത്തി പൊതിയാനേ ഉള്ളൂ. പഠിച്ചതിനൊന്നും യാതൊരു വിലയില്ല. Am I right? ഇത് വെറുതെ ആളുകളെ കാണിക്കാനേ ഉള്ളൂ. കയ്യിലെ അറിവ് വേണമെങ്കിൽ അത് വേറെ പഠിക്കണം. എൻജിനീയറിംഗ് കഴിഞ്ഞിറങ്ങിയാൽ ഫീസ് കെട്ടാനറിയോ? അതിന് വല്ല മത്തായിയുടെയും പുറകെ ഫീസ് കെട്ടി പഠിക്കാൻ വേറെ നടക്കണം. എങ്ങാനും കയറി ഒരു ലിങ്ക് ഓഫ് ചെയ്ത് നോക്കി ഇവൻ വാവലടിച്ച പോലെ അവിടെ കിടക്കും. മത്തായി കിടക്കുകയല്ല. കോൺട്രാക്ടർ മത്തായി സുഖമായിട്ട് കറണ്ട് ഉള്ളപ്പോൾ കയറി സാധനം ഇട്ടേച്ച് ഇറങ്ങി വരും. ശരിയല്ല. അവൻ പഠിച്ചിട്ടില്ല. അവന് കാതോടും ആനോടും ഒന്നും അറിയില്ല. അവൻ പേപ്പറിൽ വരച്ചല്ല പഠിച്ചേ, അവൻ പ്രായോഗികമായിട്ടാണ് പഠിച്ചത്. അവൻ 2 ചാട്ടത്തിന് മോളിൽ ചെല്ലും. ഇവൻ ചോട്ടിൽ നിന്ന് ആലോചിക്കും, പ്രാർത്ഥിക്കും. കയറിയാൽ അടിച്ചു വീഴുമെന്നുള്ളത് തീർച്ചയാണ്. Am I right? ഇതിന് ലൈൻ കമ്പിയേ വേണ്ട. നാക്കിന് തരിപ്പുണ്ടാക്കുന്ന ടെലിഫോൺ പോസ്റ്റിൽ കയറിയാൽ മതി, മിക്കവാറും താഴെ വരും. Am I right? അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു കാര്യമില്ല. ഇത് കുറച്ച് ആളുകൾ ഈ സ്കൂൾ നടത്തി നിങ്ങളുടെ കാശ് മേടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനൊരു വലിയ പ്രയോജനം ഉണ്ടെന്നാണ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പറഞ്ഞത്. ഇതിന് വലിയ പ്രയോജനം ഉണ്ടെന്നാണ് പറഞ്ഞത്. പുതിയ MBBS എഞ്ചിനീയറിങ്ങും ഒക്കെ പാസ്സായ പെൺകുട്ടികൾ
വീട്ടിൽ റബ്ബർ വെട്ടാൻ വരുന്നവൻ്റെയും കാലി മേയ്ക്കാൻ വരുന്നവൻ്റെയും ചെരുപ്പ് കുത്താൻ വരുന്നവൻ്റെയും ഒക്കെ കൂടി ഒളിച്ചോടുന്നുണ്ട് എന്ന് പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട്. പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഈ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾക്ക് യാതൊരു കോമൺ സെൻസും ഇല്ലെന്നോർത്താണ് എൻ്റെ ദുഃഖം. കാരണം ഇതെല്ലാം ഒളിച്ചോടുന്നത് ഇത്തരക്കാരുടെ കൂടെയാണ്. എന്നാൽ ഒരുമാതിരി 10 രൂപ വരുമാനമുള്ളവൻ്റെ കൂടെ പോലുമല്ല. സങ്കടത്തോടുകൂടി പറഞ്ഞതാണ്. ഒരു കുട്ടിയുടെ ഫയലെടുത്തപ്പോൾ പറഞ്ഞതാണ്, കോടതി പറഞ്ഞതാണ്, ജഡ്ജി പറഞ്ഞതാണ്. എന്തോ പൈലിയോ പയസ്, ജഡ്ജി പയസ് പറഞ്ഞതാണ്. നിങ്ങളുടെ ഹൈക്കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫൈൻഡിങ് ആണ്. അതുകൊണ്ട് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പഠിക്കാൻ വിട്ടാൽ ഇത്രയും പ്രയോജനമുണ്ട്. കാരണം സ്ത്രീധനം ലാഭമാവും. കാരണം ഇങ്ങനെയുള്ള വല്ലവരുടെയും കൂടെ പോയി കിട്ടും. അന്നേരമാണ് ഇതിൻ്റെ കഷ്ടം. തിരിച്ചു വരുമ്പോൾ ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാകുന്നൊരു ഇണ്ടൽ മിണ്ടാൻ പറ്റൂല. പോയില്ലേ? അത് ഇതുകൊണ്ടാണ്. എഴുത്തച്ഛൻ ഇത് കണ്ടാണോ പാടിയെന്നറിയില്ല. നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പഠിക്കുമ്പോൾ ശരിയായ രീതിയിൽ പഠിച്ചാൽ സുഖമായിട്ട് ഒത്തിരി പേരെ സഹായിക്കാം. പ്രത്യേകിച്ച് നക്ഷത്ര വൃക്ഷങ്ങൾ എല്ലാം പറയുന്നത് പോലെ ഫലം തരുന്നതാണ്. അതിൽ ചിലത് പഠിച്ച രോഗത്തിനൊന്നുമല്ല, അതിനോട് ചെന്ന് അപേക്ഷിച്ചിട്ട് ആ രോഗത്തിന് കൊടുത്താൽ അതിൻ്റെ ഗുണവും വീര്യവും വിഭാഗവും ഒന്നും പ്രശ്നമല്ല. പ്രഭാവം അതിലുണ്ടായിട്ട് രോഗത്തെ മാറ്റിത്തരും. അത് നക്ഷത്ര വൃക്ഷങ്ങളുടെയും രാശി വൃക്ഷങ്ങളുടെയും ഒക്കെ ഗുണമാണ്. അതുപോലെ തന്നെ ദശപുഷ്പങ്ങളുടെയും ഒക്കെ ഫലമാണ്. ദശപുഷ്പങ്ങളും മറ്റും പറയുന്നത് പോലെ കൈകാര്യം ചെയ്യുന്ന വൈദ്യൻ ഉപാസനയുള്ളവനാണെങ്കിൽ അവൻ്റെ ഉപാസനയ്ക്കനുഗുണമായി അവൻ പറയുന്ന വഴിയിലൂടെ രോഗത്തെ മാറ്റിത്തരും. അത്ര വഴങ്ങുന്നവയാണ് ദശപുഷ്പങ്ങൾ. കയ്യിലെടുത്തിട്ട് അവൻ്റെ പാരമ്പര്യത്തോടും അതിൻ്റെ ദേവതയോടും പ്രാർത്ഥിച്ചിട്ട് മറ്റൊന്നും എനിക്ക് കൊടുക്കാനില്ല, നീ ഇതിൻ്റെ കോശാന്തരങ്ങളിൽ ചെന്ന് രോഗത്തെ വേരോടെ പിഴുത് കളയണമെന്ന് പ്രാർത്ഥിച്ചാൽ കൊടുത്താൽ കഴിക്കാൻ പോകുന്നവൻ ശുദ്ധി പ്രക്രിയകൾക്ക് ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ 100% മാറിയിരിക്കും. ഔഷധങ്ങൾക്ക് സത്യമുണ്ട്. ഭാരതീയ വിജ്ഞാനത്തിൻ്റെ തലമിതാണ്. അവയെയാണ് നിങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്, അവയെയാണ് വേരോടെ പിഴുതു കളയുന്നത്. എന്നിട്ടാണ് മഹാരോഗങ്ങൾ ഉണ്ടാക്കുന്ന ഈ മണ്ണാങ്കട്ടയൊക്കെ ഫോറിനിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കുന്നത്. എന്തിന്? കാശിന്. പൈസ കിട്ടാൻ അച്ഛൻ്റെയും അമ്മയുടെയും കിഡ്നി വരെ എടുത്തു കൊടുക്കുന്ന ഒരു തലമുറ. പനിക്ക് വിരേചനത്തിന് വളരെ നല്ലതാണ് നീർമരുതിൻ തൊലി കഷായം. പിത്തവ്രണങ്ങൾ കഴുകുന്നതിനും തൊലിയുടെ കഷായം നല്ലതാണ്. നീർമരുതിൻ തൊലി, വെളുത്തുള്ളി, ഓരിലവേര്, ഇത് കഷായം വെച്ചാൽ ഹൃദ്രോഗികൾക്ക് അമൃതാണ്. ഈ 3 മരുന്നേ വേണ്ടൂ ഹൃദ്രോഗത്തിൻ്റെ മിക്കവാറും എല്ലാം മാറാൻ. രക്തത്തിൻ്റെ സംക്രമണം വേഗത്തിലാക്കും. പ്രോത്രോംബിൻ ട്രസ്റ്റിൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നീർമരുതിൻ തൊലി, വെളുത്തുള്ളി, ഓരിലവേര് 3 എണ്ണം.
ഹൃദയസ്ഫുരണത്തിനും ശക്തിയുണ്ടാവും ഇതുകൊണ്ട്. വളരെ പെട്ടെന്ന് ഇടിക്കുന്ന ഹൃദയമിടിപ്പിൻ്റെ എണ്ണം കൃത്യമാക്കും. നാല് ഭാഗം നീർമരുതിൻ തൊലി, 2 ഭാഗം ഓരിലവേര്, 1 ഭാഗം വെളുത്തുള്ളി. ഈ അനുപാതമാണ് ഏറ്റവും അനുഭവസിദ്ധമായത്. ഈക്വലായി ഉപയോഗിക്കാം. അങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞു തന്നത്. പക്ഷെ പ്രയോഗിച്ച് പല അനുപാതത്തിൽ വൈദ്യന്മാർ കൊടുക്കും. സാമർഥ്യമുള്ളവൻ ഇത്തരം യോഗങ്ങളൊക്കെ കിട്ടിയാൽ അവൻ അനുപാതമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി നോക്കും. അങ്ങനെ കൊടുത്തിട്ടുള്ളതിലെ ഏറ്റവും നല്ല അനുപാതം വെളുത്തുള്ളി, ഓരിലവേര്, തന്നെ നീർമരുതിൻ തോല് 1, 2, 3 എന്ന അനുപാതത്തിൽ യോജിപ്പിക്കുക. 1, 2, 4 എന്ന അനുപാതത്തിൽ യോജിപ്പിക്കുക. വളരെ ഫലപ്രദമാണ്. നീർമരുതിൻ തൊലി അമുക്കുരം, കണ്ടകാരിച്ചുണ്ട വേര്, കിട്ടിയില്ലെങ്കിൽ പുത്തരിച്ചുണ്ട ഉപയോഗിക്കാം. ചുണ്ട നിങ്ങളെ വഴിതെറ്റിക്കുന്നതാണ്. വൻവഴുതനയും ചെറുവഴുതനയും കണ്ടകാരിച്ചുണ്ടയും പുത്തരിച്ചുണ്ടയും ഒക്കെ കണ്ടാൽ തിരിച്ചറിയണം. ഇല്ല, പുത്തരിച്ചുണ്ട എവിടെയുണ്ട്? ചെറുവഴുതന ചെറിയ നീളമുള്ള കായാണ്. മറ്റേ വെൺവഴുതന എന്ന് പറയുന്നത് ഉരുണ്ട് മഞ്ഞ നിറത്തിൽ കായുള്ളതാണ്. പുണ്യാഹത്തിന് ഉപയോഗിക്കുന്നതാണ്. അതെ, അത് വെൺവഴുതനയാണ്. ചെറിയ കായുള്ളതാണ് പുത്തരിച്ചുണ്ട. ഇലയിൽ വരെ നിറച്ചു മുള്ളുള്ളതാണ് കണ്ടകാരിച്ചുണ്ട. അത് ഉപയോഗിക്കാം. അതാണ് ഇപ്പം കിട്ടുന്നത്. അതേ ഉള്ളൂ. അത് കിട്ടും. കൃത്യം എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരിയും കൂടെ വ്യത്യാസമുണ്ട്. വെള്ള നിറമുള്ളതാണ്, അതിപ്പോൾ കാണാറില്ല. മറ്റതാ മഞ്ഞക്കായുള്ളതാണ് ഉപയോഗിക്കുന്നത്. അത് വേറെ അതിതിൽ പെടുകയല്ല. ചെറുവഴുതന പഴുത്താൽ മഞ്ഞ നിറമാണ്, അല്ലാത്തപ്പോൾ പച്ചയിൽ വെള്ള വരയോടുകൂടിയ നിറമാണ്. ഉണ്ട്, വെളുപ്പായിട്ടുണ്ട്. പഴുക്കുമ്പോൾ മാറും. അതിനാണ് വെൺവഴുതിന എന്ന് പറയുന്നത്. വെള്ള നിറമായതുകൊണ്ടാണ് വെൺവഴുതിന എന്ന് പറയുന്നത്. മഞ്ഞ നിറം കായ്ക്ക് അല്ലല്ല, വലിയ കായാണ്. നിറച്ച് മുള്ളുകളുണ്ടാവും. അത് വേറെയാണ്. അത് കണ്ടകാരിയല്ല. കണ്ടകാരി പടന്നാണ് കിടക്കുക, നിലം പറ്റി പടന്നാണ് കിടക്കുക. നിറച്ച് മുള്ളായിരിക്കും. കാട്ടിലുണ്ടാവും, നാട്ടിലും ഉണ്ടാവും, വീടുകളിലൊക്കെ ഉണ്ട്. നീർമരുതിൻ തൊലി, അമുക്കുരം, കണ്ടകാരിച്ചുണ്ടവേര്, കോലരക്ക്, കുറുന്തോട്ടി വേര്, വെള്ളക്കൊട്ടം, ആടലോടക വേര്, പുഷ്കരമൂലം വേര്. പുഷ്കരമൂലം എന്ന് എഴുതിയാൽ മതി, വേരാണ് മൂലം. ചെമ്പരത്തി വേര്, തിപ്പലി,
നീർമരുതിൻ തൊലി, അമുക്കുരം, കണ്ടകാരിച്ചുണ്ടവേര്, കോലരക്ക്, കുറുന്തൊട്ടി വേര്, വെള്ളക്കൊട്ടം, ആടലോടക വേര്, പുഷ്കരമൂലം, ചെമ്പരത്തി വേര്, തിപ്പലി, നായ്ക്കുരണ വേര്. ഇരട്ടി മധുരം, പതുമുഖം, ബദാം പരിപ്പ്, ചെത്തിപ്പൂവ്, വിഴാലരി, ഊരകവേര്, ഊരകവേര്, ഊരക, ഊർപ്പം. അതിൽ വലുതനാണ് ഊരകം എന്ന് പറയുന്നത്. ഇവ സമം കഷായം വെച്ച് ശുദ്ധി ചെയ്ത കന്മദവും ചേർത്ത് മൂന്ന് നേരം കഴിക്കുക. ഏലാതി എണ്ണ തലയ്ക്ക് തേക്കുക. ആടിൻ്റെ മാംസം സൂപ്പ് വെച്ച് പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കുക 2 നേരം. എത്ര കഠിനമായ ക്ഷയവും കൊടുക്കും. ഇതും HIV-ക്ക് വളരെ നല്ലതാണ്. എയ്ഡ്സിന്, HIV നല്ല പറയേണ്ട, എയ്ഡ്സിന് വളരെ നല്ലതാണ്. ഇത് കൈകണ്ട ഔഷധമാണ്. മാംസം കഴിക്കാത്തൊരു ഉഴുന്ന് പാൽ കഷായം വെച്ച് കഴിച്ചാണ്. നീർമരുതിൻ തൊലി കഷായം വെച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ കണ്ഠമാല മാറും. കഴുത്തിൽ വരുന്ന ക്യാൻസർ, തൈറോയിഡിനും നല്ലതാണ്. നീർമരുതിൻ തൊലി കഷായം വെച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ വലിയ പണിയൊന്നുമില്ല. നീർമരുതിൻ്റെ തൊലി കഷായം വെക്കുക, തേനും കൂട്ടുക, കഴിക്കുക. ഒരു 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞിരിക്കുക. നീർമരുതിൻ തൊലി മാത്രം, വേറെ ഒന്നും ചേർക്കണ്ട, വേറെ ഒന്നും ചേർക്കണ്ട, വേഗം മാറും. തൈറോയിഡിന് ചെറുകടലാടി, നിലംപരണ്ട, നിലപ്പന കിഴങ്ങ് നല്ല ബലമാണ്. വളരെ സിമ്പിളാണ്. ഏലക്കേരാതി വല്ല പേറ്റൻറ്റും ആണെങ്കിൽ ആവില്ല. പരസ്യം വല്ലതും കണ്ടാണെങ്കിൽ നോക്കണ്ട. ഏലാതി സഹസ്രയോഗത്തിലൊക്കെ അതിൻ്റെ യോഗമുണ്ട്, എടുത്ത് കാച്ചിയാൽ മതി. നീർമരുതിൻ തൊലി കഷായത്തിൽ നീർമരുതിൻ തൊലി അരച്ച് സേവിച്ചാൽ മൂത്രാഘാതം മാറും, മൂത്രതടസ്സം മാറും. അസ്ഥിക്ക് നല്ലതാണെന്ന് നേരത്തെ എഴുതിയിട്ടുണ്ട്. അത് തന്നെ നീരിന് നല്ലതാണ്, പാണ്ഡുതയ്ക്കും നല്ലതാണ്. അത് എഴുതിയിട്ടുണ്ട് നേരത്തെ. രക്തസ്രാവത്തിനും കൊള്ളാം, മൂത്രാഘാതവും മാറുമെന്ന് സാധിക്കും. നീർമരുതിൻ തൊലി
പൊടിച്ച് ശർക്കര ചേർത്ത് സേവിച്ചാൽ അജീർണം മാറും. അതതിൻ്റെ ഒരു പ്രയോജനമാണ്. കുട്ടികളിലും യുവാക്കളിലുമൊക്കെ വാർദ്ധക്യ ലക്ഷണം വന്നു തുടങ്ങിയാൽ അത് മാറ്റുന്ന ഒരു ഔഷധമാണ്. അതായത് കോശവിഭജന പ്രക്രിയയിൽ മാതൃകോശങ്ങൾ, സ്റ്റെം സെൽസ്, 2 സ്റ്റെം സെല്ലായി വിഭജിക്കുന്നതിന് പകരം ഒരു സ്റ്റെം സെല്ലും ഒരു എൻ സെല്ലുമായി അല്ലെങ്കിൽ 2 എൻ സെല്ലായി വിഭജിക്കുമ്പോഴാണ് വാർദ്ധക്യ ലക്ഷണങ്ങൾ തുടങ്ങുന്നത്. അത് വളരെ ചെറുപ്പം മുതൽ ഇന്ന് വാർദ്ധക്യ ലക്ഷണങ്ങൾ വരികയാണ്. വാർദ്ധക്യത്തെ ഉണ്ടാക്കുന്നവയാണ് ബ്രോയിലർ ചിക്കനും കെൻറ്റക്കി ഫ്രൈഡ് ചിക്കനും ഒക്കെ. വാർദ്ധക്യത്തെ ഇല്ലാതാക്കുന്നതാണ് ഈ ശർക്കര ചേർത്ത പൊടികൾ. അതുകൊണ്ട് ആയുർവേദം അതിനെ പറയുക ആയുർവർദ്ധകമാണെന്ന് പറയും. നെയ്യ് ആയുർവർദ്ധകമാണ്. നെയ്യ് അതേപോലെ തന്നെ കോശദ്രവത്തിൻ്റെ മാതൃകയിൽ രൂപാന്തരപ്പെട്ട് കോശവിഭജന പ്രക്രിയയ്ക്ക് നിയന്ത്രണമുണ്ട്. ദീർഘകാലത്തേക്ക് കോശങ്ങളെ നിലനിർത്തും. പെട്ടെന്ന് കൊഴിഞ്ഞു പോകാൻ വിടില്ല. അതുകൊണ്ട് കോശീയ വിജ്ഞാനത്തിൽ അതിന് പറയുന്നത് കൗശികൻ്റെ വൈദ്യശാഖയിൽ, വിശ്വാമിത്രൻ്റെ വൈദ്യശാഖയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവയെല്ലാം. കൗശികൻ, വിശ്വാമിത്രൻ. കോശജ്ഞാനമുള്ളതുകൊണ്ട് കൗശികൻ. കൗശികപുത്രനാണ് സുശ്രുതനെന്ന് പ്രസിദ്ധി. അതുകൊണ്ടാണ് സുശ്രുതന് കോശവിജ്ഞാനത്തിൻ്റെ ശാഖകളിൽ ഇത്രയും അറിവുണ്ടായത്. ഇതൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടുപിടിച്ചാണെന്ന് പറഞ്ഞാൽ നിങ്ങളീ നടക്കുന്നത്. അതിന് ഈ പുസ്തകമൊക്കെ വായിക്കണമെങ്കിൽ വല്ല തലക്കുത്തക്ഷരവും പഠിക്കണം. അതിന് ചെറുപ്പം പോലെ എ ഫോർ ആപ്പിൾ, ബോയ്, ബി ഫോർ ഭീമ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചേച്ച് നടക്കുകയാണ്. അതായി കുഴപ്പം. പൈതൃകമുള്ള ഭാഷ പഠിക്കണം. തന്തയുടെയും തള്ളയുടെയും വല്ലവൻ്റെയും ഭാഷ പഠിച്ചിട്ട് അഭിമാനിച്ച് നടക്കുന്നത് ബീജദോഷമുള്ളതുകൊണ്ടാണ്. ആധാനത്തിൻ്റെ തകരാറാ. പിന്നല്ലാതെ നുണയാണോ? ശരിയല്ലേ? എൻ്റെതൊക്കെ മോശമാണെന്നും വല്ലവൻ്റെയും നല്ലതാണെന്നും തോന്നുന്ന ആധാനത്തിൻ്റെ തകരാറല്ല. അതിനെന്തോ. അതുകൊണ്ടല്ലേ നിങ്ങളിത് പഠിച്ചു കഴിയുന്നതോടുകൂടി ആൻറ്റി പറയുന്നത് കേൾക്കും, അമ്മ പറയുന്നത് കേൾക്കുകയില്ലത്. അമ്മ കഞ്ഞി കൊടുക്കണമെങ്കിൽ ആൻറ്റിയെ വിളിക്കണം അയൽവക്കത്തുനിന്ന്. ശരിയല്ല? ശരിയല്ല? ഫോൺ വിളിച്ചിട്ട് പറയാം എൻ്റെ കുഞ്ഞിനോടൊന്ന് ഉപദേശിക്കണേ. എന്തൊരു ഗതികേടാണ്. ജനിപ്പിച്ച കുഞ്ഞിന് കോശബന്ധം ഉണ്ടെങ്കിൽ താൻ പറയുന്നതാണ് കേൾക്കുക. കേൾക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ പന്തികേടുണ്ടെന്നാണ്. ഇതാ നിങ്ങൾ ചിരിക്കുന്നത്? നുണ പറഞ്ഞ ഞാനതേ പറഞ്ഞുള്ളൂ. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്, സ്വപ്നങ്ങളോടല്ല പൊരുത്തപ്പെടേണ്ടത്. ജീവിതരംഗം യാഥാർത്ഥ്യത്തോടാണ് ഏറ്റുമുട്ടേണ്ടത്, സ്വപ്നത്തോടല്ല. യാഥാർത്ഥ്യം മുമ്പിൽ വരുമ്പോഴാണ് പലരും 19ാമത്തെ അടവ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ല? 18 വരെയൊക്കെ പിടിച്ചിരിക്കാം. 19ാമതൊരു അടവുണ്ട്. താരം പാച്ചി പുറകോട്ട് ഓടുക. അതുകൊണ്ട് ജീവിത യാഥാർത്ഥ്യത്തോട് നേരിടണമെങ്കിൽ ഇതൊക്കെ അറിയണം. ഇതിനുള്ള ഭാഷ പഠിക്കണം. അതിൽ അഭിമാനം കൊള്ളണം തൻ്റെ പൂർവികരുടെ അറിവിൽ.
യുഗസന്ധ്യകളെ കൂട്ടിയിണക്കുന്ന ഭാഷയും വ്യാകരണമൊക്കെ കയ്യിലുണ്ടാവണം. എൻ്റെ പാരമ്പര്യം ശക്തമാണെന്ന് വിചാരിക്കുന്നവനുള്ളതാ അറിവ്. പാരമ്പര്യമൊന്നുമില്ലാതെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളയ്ക്കുന്ന തകരയ്ക്ക് എവിടെയാണ് നിലനിൽപ്പുണ്ടാകുന്നത്? അടുത്ത വെയിലിൽ കരിഞ്ഞു പോകും. ഇതൊക്കെ നിങ്ങൾക്ക് പിടിക്കുമോ? നിവൃത്തികേട് കൊണ്ട് ഇരുന്ന് കേൾക്കുകയാണല്ലേ? അവിടെ ശരിക്കും ആലോചിക്കുക. അതുകൊണ്ട് ഇത് ആയുർവർദ്ധകമായ ഒന്നാണ്. നീർമരുതിൻ്റെ പൂങ്കുല ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. പണ്ട് കൊലയായിട്ട് തന്നെ കണ്ടിച്ച് പൂക്കടകളിൽ ലഭിക്കുമായിരുന്നു. ഇപ്പം കിട്ടില്ല, ഇപ്പം കിട്ടില്ല. ഈ സാധനം തലയിൽ ചൂടിയാൽ പേൻ പോകും. തമിഴ്നാട്ടുകാരാണ് സ്ത്രീകൾ ആഴ്ചയിൽ ഒന്നൊക്കെ തേച്ച് കുളിക്കുന്നത്. അല്ലാതെ കുളി പോലും പലപ്പോഴും ഉണ്ടാവില്ല. പക്ഷേ കേരളീയരുടെ തലയിലുള്ളത്ര പേൻ തമിഴ്നാട്ടുകാർ പെണ്ണുങ്ങളുടെ തലയിലില്ല. അതിന് കാരണം ഇത്തരം പൂക്കൾ അവർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഒന്ന് അത് കേരളത്തിൽ കിട്ടുന്ന ചിലതരം പൂക്കൾ, ഈ കടലാസ് പൂക്കളും ഒക്കെ വെച്ചാൽ പേനിനെ കൊല്ലുന്ന പൂക്കളിൽ പ്രധാനപ്പെട്ടതാണ് നീർമരുതിൻ്റെ പൂവ്. പേൻ പോവും, താരൻ ശമിക്കും, എണ്ണ കാച്ചിയും തേക്കാം. ഹൃദയശോഭയ്ക്കും ആ പൂ ചൂടുന്നത് നല്ലതാണ്. വശ്യമാണ് ഈ പൂങ്കുല എന്നാണ് കാമകലകളിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള പുരുഷനെ വശീകരിക്കാൻ പറ്റിയതാണ് ഈ പൂക്കളെന്ന് പറയും. അതുകൊണ്ട് ഈ പൂ ചൂടുന്നത് ഈ കാര്യങ്ങളിലെല്ലാം നന്നാണെന്ന് പഴയ കാലത്തെ സ്ത്രീകൾ തന്നെ വിശ്വസിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിലെ പല ഭാഗത്തും തള്ളമാർ പെണ്ണുകാണൽ ചടങ്ങിന് ഇത് ചൂടിച്ചാവണ്ട നടത്തുക. ഇങ്ങനൊരു പ്രയോഗവും പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാണേണ്ടി വരികയില്ല. അതെന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പോയിട്ടില്ല ഇതുവരെ പെണ്ണ് കാണാൻ. അല്ലായിരുന്നെങ്കിൽ ഞാൻ കൃത്യമായി പറഞ്ഞു തന്നെ. അത് ഒരു പിടിയില്ല. ഞാൻ ഒരു പ്രാവശ്യം പോയി നോക്കിയിരുന്നേ പറയായിരുന്നു. ഇനിയിപ്പോൾ വയസ്സ് 83 കഴിഞ്ഞു. അതുകൊണ്ട് നിവർത്തിയില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പഴമക്കാർ പറയുന്നു, വിശ്വസിക്കുന്നു. ഇങ്ങനെ ചെയ്തിരുന്നു, കേരളത്തിലും ചെയ്തിരുന്നു. 1-2 ആലോചനകൾ നടന്നില്ലെങ്കിൽ പെൺകുട്ടിയെ പറഞ്ഞു വിടണമെന്ന് ആദ്യം വരുന്ന തള്ള ഇത് സംഘടിപ്പിക്കും. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ ചടങ്ങിന് ഈ പൂവാണ് ചൂടുന്നത്. അത് മറ്റുള്ളവർക്ക് അറിയുകയില്ല. ഒരു കൊല പൂ തലയിൽ ചൂടിയിരിക്കുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. വശ്യമുണ്ടെന്നാണ് കാമകലാഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അത്തരം പൊട്ടുകളുമൊക്കെ ഉണ്ട്. അതൊന്നും അല്ലെന്നാണ് പറയുന്നത്. സുഗന്ധം അത്ര വലുതായിട്ടില്ല, എന്നാലുണ്ട്. സുഗന്ധം കൊണ്ടല്ല ആകർഷിക്കപ്പെടുന്നത്. അതിൽ ഫെമിനിൻ്റെ അംശമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട്
മുല്ലപ്പൂവിനും ഉണ്ടാകണം, മാദകത്വം ഉണ്ടാവും, ചെറുതായൊന്ന് മതിപ്പിക്കും. മുല്ലപ്പൂവിനുണ്ട്. അതിന് പഴയ കാലങ്ങളിൽ മുല്ലയുടെ മൊട്ടറുത്ത് ചന്ദനത്തിൽ മൊട്ട് വെച്ച് വിടർത്തും, എന്നിട്ട് മാല കെട്ടി ചൂടും തലയിൽ. അതും മാദകമാണ്. ഇതൊക്കെ പഠിക്കണ്ട. ഇത് പഠിച്ചിട്ട് കാര്യമില്ലാത്ത ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചാൽ പ്രയോജനമുള്ള നിങ്ങളാരുടെ പഠിച്ചില്ല. ഇതാണ് ഇതിൻ്റെ ഈ ലോകത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. കമൻ്റ് ഏതാണ്ടുണ്ട്, അത് ഉറക്കെ പറയൂല. അപ്പം അതുകൊണ്ട് ഏതാണ്ടൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഉപകാരിയാണ്. തോല് ഊറക്കിടുന്നതിന് നീർമരുതിൻ്റെ തൊലി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കേടുവരാതിരിക്കാൻ തോല് ഊറക്കിടുക എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും. അതിനുപയോഗിക്കും. ഇതിൻ്റെ തൊലി ചേർത്താണ് അർജുന ഘൃതം ഉണ്ടാക്കുന്നത്. 960 ഗ്രാം നീർമരുതിൻ തൊലി, 960 ഗ്രാം നീർമരുതിൻ തൊലി 2 ലിറ്റർ വെള്ളത്തിൽ വെന്ത് 6 ലിറ്റർ ആക്കുക. നിങ്ങളിൽ പശുവിനെ വളർത്തുന്നവർ, സ്വന്തമായി പാലുൽപാദനമുള്ളവർ ശ്രമിച്ചാൽ നല്ലൊരു നെയ്യാണ് കിട്ടുക. അത് 6 ലിറ്റർ ആക്കുക. 960 ഗ്രാം 24 ലിറ്റർ വെള്ളത്തിൽ, 24 ലിറ്റർ വെള്ളത്തിൽ അതിൻ്റെ 4/1 6 ലിറ്റർ ആക്കുക. 1 ഗ്രാം നെയ്യ് ചേർത്ത്, 1 കിലോഗ്രാം നെയ്യ് ചേർത്ത് 125 ഗ്രാം നീർമരുതിൻ തൊലി അരച്ചു കലക്കി പാകം ചെയ്ത് മെഴുപ്പാകത്തിൽ അരിച്ചു സൂക്ഷിക്കുക. ഹൃദ്രോഗത്തിന് ഏറ്റവും ഫലപ്രദമാണ്, രക്തശ്രുതിക്ക് ഏറ്റവും ഫലപ്രദമാണ്, രക്തപിത്തത്തിന് ഏറ്റവും ഫലപ്രദമാണ്. ഹൃദ്രോഗത്തിന് ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ് ദശമൂല ഹരിതകി. പക്ഷെ അത് കഴിച്ചാൽ രക്തസ്രാവം ഉണ്ടാവും, പൈൽസ് പോലെ. ഇത് കഴിച്ചാൽ രക്തസ്രാവം നിർത്തിക്കൊണ്ട് ഹൃദ്രോഗത്തെ മാറ്റും. അതാണ്. അപ്പോൾ പൈൽസും ഒക്കെ ഉള്ള ഹൃദ്രോഗിയാണെങ്കിൽ ഏത് അലോപ്പതി ഗുളിക കൊടുക്കുമ്പോഴും ബ്ലീഡിങ് ഉണ്ടാവും. ആസ്പിരിൻ അങ്ങ് എന്നാൽ ബ്ലീഡിങ് തുടങ്ങും. ആസ്പിരിൻ ചെന്നില്ലെങ്കിൽ, വാർഫും ആസ്പിരിനും ഒന്നും ചെന്നില്ലെങ്കിൽ സംഗതി തകരാറാവും. ചെന്ന് കൂടുതലായി ബ്ലീഡിങ് ഉണ്ടായാൽ മലിഗ്നൻ്റ് ആവും, അനാൽ ക്യാൻസർ ഉണ്ടാവും. ഒരു പ്രശ്നമില്ല. നെയ്യ് ശരിയായി എടുത്ത നെയ്യ് 7 കിലോഗ്രാം കഴിച്ചാൽ പോലും കൊളസ്ട്രോൾ കൂടുതലാണ്. കാരണം ഞങ്ങൾ സ്നേഹപാനത്തിൽ 7.5 കിലോഗ്രാം വരെ കൊടുത്തിട്ട് ഒരല്പം പോലും സ്നിഗ്ധനാകാത്ത ഒരു രോഗി 7.5 കിലോ വരെ കൊടുത്ത് മുഴുവൻ ദഹിക്കുകയാണ്. 7.5 കിലോ അവസാനം ചെല്ലുമ്പോഴാണ് അല്പം മലത്തിൽ കണ്ടത്. അല്പം ഇപ്പം നിർത്തി. പക്ഷേ അയാൾ സ്നിഗ്ധനായില്ല. രണ്ടാമത് വീണ്ടും
2-3 മാസം കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ദിവസം രാവിലെ മുതൽ കഴിക്കുന്നതാണ് അവിടെ. അതിനെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തു പല പ്രാവശ്യമായിട്ട്. അത്രയും കഴിച്ചു. അയാൾ കൊളസ്ട്രോൾ ഞങ്ങൾ ചെക്ക് ചെയ്തു. അയാൾക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. 250 കൊളസ്ട്രോൾ ഉള്ളപ്പോഴാണ് ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നത്. ലാസ്റ്റ് ഡേയിൽ ചെക്ക് ചെയ്യുമ്പോൾ അയാളുടെ കൊളസ്ട്രോൾ 161. നെയ്യ് കൊളസ്ട്രോളിനെ കൂട്ടുമെന്നുള്ളതൊക്കെ നിങ്ങളുടെ വിഡ്ഢിത്തവും തെറ്റായ ചിന്തയുമാണ്. അല്ല, നാടൻ പശുവിൻ്റെ ഞങ്ങൾ കൊടുത്തത്. പശുവിൻ്റെ പാല് ഉറച്ചെടുക്കുന്നതാണെങ്കിൽ കൊളസ്ട്രോൾ കൂടുതല. നിങ്ങൾ അതിന് പകരം അതിൻ്റെ ആ പച്ചപ്പാലിൽ നിന്നോ കാച്ചിയ പാലിൽ നിന്നോ അതിൻ്റെ ക്രീം എടുത്തിട്ടാണ് ഉരുക്കുന്നതെങ്കിൽ നമുക്ക് ഉത്തരവില്ല. നിങ്ങളിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ക്രീം എടുത്തുരുക്കിയതാണ്. അത് എണ്ണയാണ്, നെയ്യല്ല. നെയ്യാകണമെങ്കിൽ ലാക്ടോബാസില്ലൈ ഉണ്ടാവണം. ലാക്ടോബാസില്ലൈ ഉണ്ടാകണമെങ്കിൽ ഉറയ്ക്കണം, ഉറ കൂടണം, എന്നിട്ട് കടഞ്ഞെടുക്കണം. അവിടെ ഒരു കെമിക്കൽ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലുണ്ടാക്കുന്നതിനാണ് നെയ്യെന്ന് പേര് പറയുന്നത്. അത് നല്ലപോലെ പാലുറച്ച് നല്ലപോലെ പാലും വെള്ളവും ചേർത്ത് കാച്ചി പാല് വേകണം. മനസ്സിലായില്ല? പാല് വേകണമെങ്കിൽ ഇരട്ടി വെള്ളം ഒഴിച്ച് കാച്ചി പാലളവാക്കണം മിനിമം. അതിലും കുറുക്കാം. പാലളവാക്കി അതിലും കൂടുതൽ കുറുക്കിയാൽ പാത്രത്തെ കുറേ നെയ്യ് പോവും. മനസ്സിലായില്ല? അടി പറ്റിപ്പിടിക്കും നിങ്ങൾ എത്ര ഇളക്കിയാലും. അങ്ങനെ കാച്ചിയിട്ട് അതിൽ ഉറയൊഴിക്കണം. അല്പം ഉറയൊഴിച്ചാൽ ഒരു പാകത്തിന് പുളിക്കണം. പുളിച്ചാൽ ലാക്ടോബാസില്ലൈ വരുമ്പോൾ ഒരു സ്മെല്ല് മൂക്കിലടിക്കും. വളരെ മനോഹരമായ സ്മെല്ല്, ഗന്ധം, സുഗന്ധം. നിങ്ങൾ വീടുകളിൽ മോരുറച്ചാൽ ഒരു കെടുമ്പിച്ച മണം വരും. അതിന് പാത്രം നന്നായി കഴുകണം, വൃത്തിയുള്ളതായിരിക്കണം. അത് ഉറ കൂടി നല്ല പോലെ ഉറച്ചാൽ എടുത്ത് നന്നായി കടയണം. അന്നേരം നല്ല വെണ്ണ കിട്ടും. ആ വെണ്ണ കഴുകി അതിൻ്റെ ഇത് കളയണം, മോരിൻ്റെ അംശവും കളയണം. എന്നിട്ട് അതിനെ അടുപ്പത്ത് ഉരുക്കാൻ വെക്കണം. ഉരുകി വരുമ്പോൾ ഉരുകാൻ അങ്ങ് വെച്ചിട്ട് ഉരുകി വരുമ്പോഴേക്കും ഒരല്പം മോരങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല സുഗന്ധമുള്ള നെയ്യ് കിട്ടും. അത് മോരിനകത്തുണ്ടല്ലോ, അത് മതിയാവും, വേറെ ഇടുകയൊന്നും വേണ്ട. എന്നിട്ട് ആ സാധനം എടുത്ത് കുപ്പിയിലാക്കി വെച്ചാൽ നല്ല നെയ്യാണ്. അതിൻ്റെ മണം മതിയാകും ചോറുണ്ണാൻ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യ് വാങ്ങിച്ചാൽ മിക്കവാറും കക്കൂസിനടുത്തിരുന്ന് ഉണ്ണ് കാണും തോന്നും. പിന്നെ നെയ്യല്ലേന്ന് ഓർത്ത് കൂട്ടും. കാശ് മുടക്കി പോയില്ലേ? കാശ് മുടക്കിയാൽ പിന്നെ എന്തും തിന്നുമല്ലോ മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ വീട്ടിലെടുത്തെറിയുന്നവൻ ഹോട്ടലിൽ ബില്ലോട് കൂടി പോയിരുന്നു കഴിഞ്ഞാൽ 2 അറ്റവും മുറിച്ച പയറിൻ്റെ തോരനും മറ്റും വെട്ടിയടിക്കുന്നത്. ശരിയല്ല. കാരണം ബില്ലുണ്ട്. ബില്ലുള്ളതുകൊണ്ട് തിന്നാവുന്നതിൻ്റെ മാക്സിമം തിന്നും, എന്നിട്ട് ആശുപത്രിയിലേക്കും പോകും. അല്ലെങ്കിൽ ഷവർമയൊക്കെ കഴിച്ച് പോവുമോ? നിങ്ങളെല്ലാവരും കൂടെ വല്ലാതെ എന്നെ നോക്കിയാൽ ഞാൻ പേടിച്ചു പോകും. പറഞ്ഞത് ശരിയല്ലേ? അല്ലേ? അതുകൊണ്ട് നെയ്യിൽ നിന്ന് കൊളസ്ട്രോൾ വരില്ല. തെറ്റിദ്ധാരണയൊന്നും വെച്ച് പുലർത്തണ്ട. നെയ്യൊക്കെ നല്ല ഭക്ഷണമാണ്. നെയ്യ് കഴിക്കുമ്പോൾ സൂക്ഷിക്കണം. തൈര് നെയ്യൊക്കെ കഴിക്കുമ്പോൾ, തൈരാണ് കഴിക്കുന്നത്, നെയ്ക്ക് ആ പ്രശ്നം അധികമില്ല. തൈരാണ് കഴിക്കുന്നതെങ്കിൽ നെല്ലിക്ക, പരിപ്പ്, അല്പം നെയ്യ്, പഞ്ചസാര, ഇതിലേതെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കണം. തനിച്ച് കഴിച്ചാൽ അത്ര നല്ലതല്ല. രാത്രിയിൽ കഴിക്കരുത്, ചൂടാക്കി കഴിക്കരുത്. ഇത്രയും സൂക്ഷിക്കണം. അർജുനകൃതമാണ് എഴുതിയതല്ലേ? ക്ലിയറായി? പിന്നെ
ഉള്ളി കഴിക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, സ്നേഹപാനത്തിന് ഉപയോഗിക്കും. നീർമരുതിൻ തോൽ, വയമ്പ്, ചിറ്റരത്ത, കുറുന്തോട്ടി വേര്, ആനക്കുറുന്തോട്ടി വേര്, കടുക്കാത്തോട്, നീർമരുതിൻ തോല്, വയമ്പ്, ചിറ്റരത്ത, കുറുന്തോട്ടി വേര്, ആനക്കുറുന്തോട്ടി വേര്, കടുക്കാത്തോട്, ചിറ്റരത്ത പറഞ്ഞില്ലല്ലേ, ചിറ്റരത്ത, കച്ചോലം, പുഷ്കരമൂലം, തിപ്പലി ചുക്ക്. ഇവയെടുത്ത് സൂക്ഷ്മചൂർണമുണ്ടാക്കി 10 ഗ്രാം വീതം, ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ കുഴച്ച് സേവിച്ചാൽ അതിന് ഈ അർജുനഘൃതവും ഉപയോഗിക്കാം, രാസ്നാദശമൂലഘൃതവും ഉപയോഗിക്കാം. അത് മൃദുരോഗത്തിന് നല്ലതാണ്. സേവിച്ചാൽ ഹൃദ്രോഗത്തിന് വിശിഷ്ടമാണ്. ഈ ചൂർണത്തിന് കകുഭാതി ചൂർണം എന്ന് പറയും. കകുഭാതി ചൂർണം. അഭ്രകഭസ്മം 101 പുടം ചെയ്തെടുത്തിട്ട്, ഇപ്പം എടുക്കുന്നത് വരളിയിലല്ല, മറ്റേ ഫർണസിലാണ്. അതുകൊണ്ടതിന് സാങ്കശീതീകരണമില്ല. അതുകൊണ്ട് ശരിക്ക് ഭസ്മമായി കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒളി മാറൂല. ഒളി മാറിയില്ലെങ്കിൽ അതിന് വിഷമുണ്ട്. വളരെ ഭംഗിയായി 101 പുടം ചെയ്തെടുത്ത അഭ്രകഭസ്മം നീർമരുതിൻ തോൽ കഷായത്തിൽ 7 തവണ ഭാവന ചെയ്യുക. കലക്കി വെയിലത്ത് വെച്ച് വറ്റിക്കുക. 7 തവണ കലക്കി വറ്റിക്കണം. അരച്ചുണക്കുക. എന്നിട്ട് നീർമരുതിൻ തോൽ കഷായത്തിൽ തന്നെ അരച്ച് ഗുളിക ഉരുട്ടുക. ആ ഗുളിക കഴിച്ചാൽ ഹൃദ്രോഗം മാറും. ഗുളികയുടെ പേര് നാഗാർജുനാഭ്രം. സ്വർണഭസ്മം, ഹീരഭസ്മം മുത്തിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ്. ഹീര എന്ന് പറയും. വൈക്രാന്തഭസ്മം, വംഗഭസ്മം, അഭ്രകഭസ്മം, ശുദ്ധി ചെയ്ത ബാലരസം. മർക്കുറിയാണ് ബാലരസം എന്ന് പറയുന്നത്. കടയിൽ നിന്ന് മർക്കുറി വാങ്ങരുത്. നല്ല 2 കലം കൊണ്ടുവരിക. അരി കുറച്ച് തമ്മിൽ യോജിക്കുമോ എന്ന് നോക്കുക. ഒന്നിൻ്റെ അകത്ത് മുരിക്കല, കൊടുവേലിയില,
വെറ്റില, ഇവയുടെ നീര് ഓരോന്ന് പുരട്ടി ഉണക്കി അങ്ങനെ 7 പ്രാവശ്യം ഓരോ നീരും അരച്ച് പുരട്ടി ഉണക്കുക. കൊടുവേലിക്കിഴങ്ങ് അല്ലെങ്കിൽ നറുനീണ്ടിക്കിഴങ്ങും ചായില്യവും കൂടി, രസത്തിൻ്റെ ഓറാണ് ചായില്യം, ചായില്യവും കൂടി പൊടിക്കുക. അത് ഈ പുരട്ടാത്ത കലത്തിലിടുക. പുരട്ടിയ കലം മുകളിൽ വെച്ച് അടയ്ക്കുക. ആദ്യം ഉഴുന്നുമാവിൽ തുണിമുക്കി ചുറ്റുക. പിന്നെ നല്ല കളിമണ്ണ് അരച്ച് തുണിയിൽ തേച്ച് ചുറ്റുക. 7 ശീലമൺ ചെയ്യുക. അല്പം പോലും വായു പുറത്ത് കിടക്കാതെ ശീലമൺ ചെയ്തിട്ട് ഒരടുപ്പിൽ വയ്ക്കുക. മുകളിൽ ഒരു തുണി നനച്ചിടുക. കലത്തിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ഒരു തുണി നനച്ചിടുക. അടിയിൽ കൊതുമ്പ് കൊണ്ട് കത്തിക്കുക. വളരെ ചെറിയ തീയിൽ 24 മണിക്കൂർ കത്തിക്കുക. തുണി വീണ്ടും വീണ്ടും നനച്ചിടുക. ചൂടാകരുത്. അടുക്കൽ കുട്ടികളും ഒന്നും നിൽക്കരുത്. കാരണം ഇതിൽ നിന്നൊരു ഗ്യാസ് വന്ന് ശ്വസിച്ചാൽ ലങ്സിനെ ബാധിക്കും. അതുകൊണ്ടാണ് വാതായനങ്ങളുള്ളിടത്തേ ചെയ്യാവൂ. അടച്ചിട്ട മുറിയിൽ ചെയ്യരുത്. എന്നിട്ട് 24 മണിക്കൂർ കത്തിക്കഴിയുമ്പോൾ പതുക്കെ തണുക്കാൻ വെക്കുക. തണുത്ത് കഴിഞ്ഞാൽ പതുക്കെ എടുത്ത് കലം പയ്യെ വേർപെടുത്തുക. മുകളിലെ കലം പതുക്കെ തിരിച്ചെടുക്കുക. ഓല എടുത്ത് വടിക്കുക. മർക്കുറി കിട്ടും. ഇതിന് ബാലരസം എന്ന് പറയും. ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത്. പല വേലകളുണ്ട്. അപകടം കൂടാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന എളുപ്പ വഴിയാണിത് പറഞ്ഞ്. ഇങ്ങനെയൊന്നും അല്ലാതെ വേറെ പല തരത്തിലും പല ആവശ്യങ്ങൾക്കായി ചായില്യത്തിൽ നിന്ന് രസമെടുക്കും. അല്ലെ, ഒരു വിദ്യ ഇതാണ്. ഇതാണ് എളുപ്പമുള്ള വിദ്യ. കൈകൊണ്ടൊക്കെ തൊടാം, മുറിവുണ്ടാവരുത്, അകത്ത് കയറി പോകരുത്. അതുകൊണ്ടാണ് ഓല കൊണ്ട് വടിച്ചെടുക്കാൻ പറഞ്ഞത്. മുറിവിൽ പറ്റിയാൽ ഇവനം കയറും, നിങ്ങളുടെ പണി തീരും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യണം. ഓല കൊണ്ട് വടിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കുക. എന്നിട്ട് പതുക്കെ അത് മുരിങ്ങ ഇലച്ചാറിൽ അരയ്ക്കുക. വെറ്റില നീരിൽ അരയ്ക്കുക. വെറ്റില നീര് ചേരുമ്പോൾ അവൻ്റെ ഓട്ടം നിൽക്കും, മൃതമാക്കും. തൽക്കാലം അതിൻ്റെ ഓട്ടം നിർത്തി മൃതമാക്കും, സ്തംഭിപ്പിക്കും. അത് കഴിഞ്ഞാൽ കാടിവെള്ളത്തിൽ കഴുകിയെടുത്ത് കറ്റുവാഴപ്പോള നീരിൽ അരയ്ക്കുക. ശുദ്ധിയാത്ത കൊടിവേലി നീരിൽ അരയ്ക്കുക. അതിൻ്റെ അഗ്നി ദോഷം, മലദോഷം ഇവയൊക്കെ ഇതുകൊണ്ട് മാറും. കഴിഞ്ഞാൽ ചിത്തിരപ്പാല ചേർത്തരയ്ക്കുക. ഇതെല്ലാം കഴിഞ്ഞ് കഴുകിയെടുത്താൽ രസം ശുദ്ധമായി. ഇനി അത് യോഗങ്ങളിൽ ചേർക്കാം. ഇങ്ങനെയാണ് രസമെടുത്ത് ഉപയോഗിക്കുന്നത്. ആ രസമാണ് ഇവിടെ പറഞ്ഞത്. ആ രസം ശുദ്ധരസം, ശുദ്ധഗന്ധകം. ഗന്ധകവും ശുദ്ധി ചെയ്യുന്നതിന് ഒരു കലത്തിൽ പാലെടുക്കുക. ഗന്ധകം കിഴികെട്ടി ഒരു കമ്പ് പാകി അതിൽ കെട്ടിത്തൂക്കുക. മുകളിൽ അടയ്ക്കുക. ചെറിയൊരു കുഴിയെടുത്ത് അതിനകത്തേക്ക് ശീലമൺ ചെയ്ത് വെച്ച് മുകളിൽ തീയിടുക. അപ്പോൾ ഗന്ധകം ഉരുകി പാലിൽ വീഴും, മണികളായി കിട്ടും. അങ്ങനെ ഒന്ന്, രണ്ടാമത് വീണ്ടും എടുക്കുക, പൊടിക്കുക, കിഴികെട്ടുക, വയ്ക്കുക. അപ്പോൾ 2, അങ്ങനെ 7 ശുദ്ധി, 21 ശുദ്ധിയൊക്കെ ഉണ്ട്. അങ്ങനെ ശുദ്ധി ചെയ്തെടുത്ത ഗന്ധകം 7 കഴിഞ്ഞാൽ യോഗങ്ങൾക്ക് ഉപയോഗിക്കാം. ആ രസം, ശുദ്ധഗന്ധകം ഇവ സമം എല്ലാം ചേർന്നിടത്തോളം, ഇവയൊക്കെ കൂടി എത്ര ഗ്രാമുണ്ടോ അത്രയും ലോഹഭസ്മം, അത് 101 പുടം വേണം. അതിൽ രസവും ഗന്ധകവും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ രസം രസമായി ഉണ്ടാവില്ല. രസം ശിവബീജമായും ഗന്ധകം പാർവതീരക്ഷതമായുമാണ് രസേശ്വരവാദം കണക്കാക്കുന്നത്.
കൊണ്ട് അടുക്കയിരുന്നാൽ തമ്മിൽ പിടിക്കും. അതിനെ ചേർത്ത് ആദ്യം അരയ്ക്കുക, ബാക്കിയുള്ളതെല്ലാം അത് കഴിഞ്ഞ് ചേർത്തരയ്ക്കുക. ഓരോന്നായി ചേർത്തരച്ച് നീർമരുതിൻ തൊലി കഷായത്തിൽ അരയ്ക്കുക. തുടർന്ന് ബാർലി യവം കഷായം വെച്ച് അതിലും വീണ്ടും നീർമരുതിൻ തോൽ കഷായത്തിലും അരയ്ക്കുക. 7 പ്രാവശ്യം വീതം 2 കഷായത്തിലും അരച്ച് ഭാവന ചെയ്യുക. തുടർന്ന് കറ്റാർ വാഴപ്പോള നീരിൽ അരച്ച് 3 പ്രാവശ്യം ഭാവന ചെയ്യുക. വീണ്ടും അരച്ച് ഒരു പിണ്ടമാക്കി എടുക്കുക. എന്നിട്ട് നെല്ലിൽ പൂഴ്ത്തി വയ്ക്കുക, നെയ്യിൽ പൂഴ്ത്തി വയ്ക്കുക, നല്ല നെയ്യിൽ പൂഴ്ത്തി വെക്കുക. 7 ദിവസം കഴിഞ്ഞ് എടുത്ത് നീർമരുതിൻ കഷായത്തിൽ പുനരരച്ച് ഗുളിക ഉരുട്ടുക. ഈ ഗുളികയ്ക്ക് രത്നാകര രസമെന്ന് പറയും. സമർത്ഥനായ വൈദ്യൻ്റെ കൊമ്പ് ഡബ്ബയിൽ എപ്പോഴും ഈ ഗുളിക ഉണ്ടാവും. അനുപാനം മാറ്റി പ്രയോഗിച്ചാൽ എല്ലാ രോഗവും പോകും. ബാക്കി മരുന്നുകളൊക്കെ അയാൾ എഴുതി കൊടുത്തിട്ട് മാറാതെ വരുമ്പോൾ ഈ ഗുളിക ചേർത്ത ലേഹ്യങ്ങളും ഈ ഗുളിക ചേർത്ത ഘൃതങ്ങളും ഈ ഗുളിക ചേർത്ത വെള്ളവും ഒക്കെ അയാൾ കൊടുത്ത് അത്ഭുതങ്ങൾ കാണിക്കും. ഒരു തരത്തിലുള്ള മരുന്നുകളും ഫലിക്കാതെ വരുന്ന രോഗങ്ങളിൽ രത്നാകര രസം, അത് അനുപാനം മാറ്റണമെന്നേ ഉള്ളൂ. കഴിച്ചിട്ട് ഇന്നത് കുടിക്കാൻ പറഞ്ഞാൽ മതി. അപൂർവ ഫലസിദ്ധിയുള്ള ഔഷധമാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച പൂർവികർ നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ തിരുമണ്ടന്മാരാണെന്നും ബ്ലഡ് ബ്രെയിൻ ബാരിയർ കിടക്കുന്ന ഒരു മരുന്ന് പോലും കണ്ടുപിടിക്കാൻ ഇത്രയും കാലമായും കഴിഞ്ഞിട്ടില്ലാതെ കോട്ടും സൂട്ടും ഇട്ടതിൻ്റെ പേരിൽ മാത്രം മരുന്ന് കച്ചവടം നടത്തുന്ന സിദ്ധാന്തങ്ങൾ ശരിയാണെന്നും വിശ്വസിക്കുന്ന നിങ്ങളെ ഏത് കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റാനാണ് സമയമായതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളുക. ഇത്രയും പ്രവർത്തനം പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു ഗവേഷണ താല്പര്യമാണ് ഭാരതീയർ കാണിച്ചത്. സർവലോക സാമാന്യമായി താമസിക്കുന്ന എവിടെയും വെച്ച് അയത്ന ലളിതമായി അത്യുദാരങ്ങളായ ജനകീയ ഔഷധങ്ങളെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ള, യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളും ഇല്ലാതെ, സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഭംഗിയായി അധ്വാനിച്ച് തൻ്റെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്ന, ഏത് കാലത്തും എവിടെ വെച്ചും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന സുലഭമായി കിട്ടുന്ന വസ്തുക്കളിലൂടെ ഫാർമസിസ്റ്റ് ഇല്ലെങ്കിൽ, ഫാർമസി ഇല്ലെങ്കിൽ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇല്ലെങ്കിൽ, ആധുനികനായ ഏത് ഡോക്ടർക്കാണ്, ഏത് വൈദ്യനാണ് മലമ്പുറത്തോ എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോയാൽ ഒരു രോഗിയെ കാണുമ്പോൾ സഹായിക്കാൻ പറ്റുക? പഠിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അലങ്കാരമല്ലാതെ 10 പൈസയുടെ ഔഷധം കൊടുത്ത് രക്ഷിക്കാൻ പറ്റുമോ? എഴുതാനുള്ള പാടും പേനയും ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൊടുത്ത് എഴുതേണ്ട മരുന്നിൻ്റെ പേര് രോഗത്തിനനുസരിച്ച് അടിയിൽ എഴുതി അത് നോക്കി എഴുതാൻ പഠിക്കാൻ ഇതിന് മാത്രം കൊല്ലം ചെലവഴിക്കണോ? വിവരമുണ്ടെങ്കിൽ ആലോചിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒളിച്ചോടാൻ കൊള്ളാവുന്നേ ഉള്ളത്. എന്നെ കൈകാര്യം ചെയ്യണമെന്ന് തോന്നുന്നില്ല ഇത്രയൊക്കെ പറയുമ്പോൾ. സമയം എന്തായി? 10 മിനിറ്റ് ഉണ്ട്. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ സമയം കഴിഞ്ഞുവെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഈ എഴുതിയതൊക്കെ ഒരു അളവൊന്ന് വായിച്ചു നോക്ക്. പൂർവികരുടെ മഹത്വം എന്തായിരുന്നു?
ഇവർക്ക് ആ വിവരമില്ലെന്നും തന്ത മണ്ടനും തന്തയുടെ തന്ത മരമണ്ടനും ആദ്യ തന്ത കുരങ്ങനുമാണെന്ന് പഠിക്കുന്നത്. എങ്ങനെ ഗുണം പിടിക്കും? നല്ല ആലോചിക്കുക. കുരങ്ങിന്ന് ഇത്രയും അറിവുണ്ടാവുമോ? ഈ അറിവ് വല്ലതും കുരങ്ങ് മാറി പൂർണ്ണ മനുഷ്യരായ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പം ഈ അറിവൊക്കെ കുരങ്ങൻ്റെ ആയിരിക്കുമോ? മനുഷ്യവിനാശത്തിൻ്റെ മാത്രം യുഗങ്ങൾ സൃഷ്ടിക്കാനാണ് നിങ്ങളുടെ ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നത് മുഴുവൻ. എണ്ണി എണ്ണി പഠിച്ചു നോക്കുക. അതിൽ വലിയ അഭിമാനമൊന്നും വേണ്ട. പക്ഷെ കൈവിടാനൊന്നും പറ്റില്ലെന്ന് എനിക്കറിയാം, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും. അതിനൊരു ഭാഗ്യം വേറെ വേണം. നേർമരുതിൻ്റെയും മണിമരുതിൻ്റെയും ഇലകളിലും ഉണങ്ങിയ കായിലും ഇൻസുലിന് സമാനമായ ഗുണങ്ങളുള്ള ഒരു ഘടകമുണ്ട്. 6 മുതൽ 7 യൂണിറ്റ് വരെ ഇൻസുലിൻ്റെ ഗുണം ഒരിലയും ഒരു കായും ചെയ്യും. 6 യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്നയാൾ ഒരില കഴിച്ചാൽ പിന്നെ അതിൻ്റെ മൾട്ടിപ്പിൾസ് നോക്കിക്കോളുക. ശീതോഷ്ണ നിയന്ത്രണം ഈ ഘടകം ഏറ്റെടുക്കും, ഇൻസുലിൻ ഏറ്റെടുക്കില്ല. ഇൻസുലിൻ കുത്തിവയ്ക്കുമ്പോൾ പ്രമേഹ രോഗിക്ക് ചൂടാണ് ഉണ്ടാകുക. am I right? പിത്തവർദ്ധകമാണ് അത്. ഈ ഘടകം അതിനെ നിയന്ത്രിക്കും. ഇതിനകത്തൊരു ചെറിയ വിഷാംശവുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം. ഏതെങ്കിലും കാരണവശാൽ അല്പം കൂടിപ്പോയി വിഷലക്ഷണങ്ങളായ ഛർദിയോ മറ്റ് കാര്യങ്ങളോ കണ്ടാൽ നീലയമരി വേരരച്ച് പാലിൽ കലക്കി കുടിച്ചാൽ മതി. അതുകൊണ്ടത് പ്രത്യേകം എഴുതണം ഇതിനോടൊപ്പം. മറ്റത് മാത്രമായിട്ട് എഴുതിക്കൊണ്ട് പോകരുത്. നീലയമരിയുടെ വേര് അരച്ച് പാലിൽ കലക്കി കുടിക്കുക. നിർമരുത് തീർന്നില്ല, കുറച്ചുകൂടുണ്ട്. ഇത്രയൊക്കെ ഒരു മരത്തെ പറ്റി പഠിക്കുക, അതിൻ്റെ കുടുംബം, അതിലെ പ്രയോഗങ്ങൾ, ഇതൊക്കെ വളരെ പ്രാചീന പ്രയോഗങ്ങളാണ്, ഇന്ന് കണ്ടുപിടിച്ചതൊന്നുമല്ല. ഇതിലേതെങ്കിലും ഒരു പ്രയോജനം നിങ്ങളീ പൊത്തനം നോക്കി ഇതിൻ്റെ കമ്പ് ഓടിച്ച് മരത്തേൽ ഇന്ന് വരെ കയറി ഒരു തേങ്ങ ഇട്ട് കൊടുക്കുകയോ ഒരു വീട്ടിലേക്കൊരു ആവശ്യത്തിനൊരു സാധനം പറിച്ചു കൊടുക്കുകയോ ചെയ്യാത്ത കോളേജിൽ പഠിക്കുന്ന ആമ്പിള്ളേരെ കണ്ണിറുക്കി കാണിച്ച് ബോട്ടണിക്ക് ഈ ചെടിയുടെ ഇല വേണം മറ്റത് വേണമെന്ന് പറയുമ്പോൾ ചാടി കയറുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ച് മേടിച്ചുകൊണ്ട് പോയി എഴുതി വെക്കുന്ന നിങ്ങളുടെ ബോട്ടണി പൊത്തനത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇതിൽ ഒരു പ്രയോജനം ഉണ്ടെങ്കിൽ ഭാവപ്രകാശവും ധന്വന്തരി നിഘണ്ടുവും
അതുപോലുള്ള നിഘണ്ടുക്കളും എഴുതിയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ ഗ്രന്ഥങ്ങൾ ഉത്സവപ്പറമ്പുകളിൽ വരെ അവിടെയൊക്കെയാണ് അത് വിൽപ്പനയ്ക്ക് വരുന്നത്. അത് നിഷിദ്ധ ഗ്രന്ഥങ്ങളായി കരുതി വലിയ ബുക്ക് സ്റ്റാളുകളിൽ ആഡംബരത്തോടുകൂടി ചെന്ന് അർജുന ടെർമിനാലിയ എന്നൊക്കെ എഴുതിയ ബോട്ടണി പുസ്തകം മേടിച്ച് അതിലേതാണ്ട് അറിവുണ്ടെന്ന് വിചാരിച്ച് പഠിക്കുന്ന കാലത്ത് പരീക്ഷ എഴുതി പഠനം കഴിഞ്ഞാൽ മറന്നുപോകുന്ന നിങ്ങൾക്ക്, am I right? Am I right? ബോട്ടണിക്കാർ പലരും ഇരിപ്പുണ്ടാവും വയസ്സായവർ. ഇനിയൊന്ന് റെഫർ ചെയ്താലോ പ്രിപ്പയർ ചെയ്താലോ അല്ലാതെ ഇതിൽ ഒരെണ്ണം പോലും ഓർമ്മ വരില്ല. പണ്ട് പരീക്ഷ എഴുതിയതാ, റാങ്ക് കിട്ടിയതാണ്, ഗോൾഡ് മെഡലിസ്റ്റാണ് എന്നൊക്കെ അഭിമാനിക്കാം. am I right? പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒരു പ്രയോജനവും ഇല്ലാത്ത ഈ പഠനങ്ങൾക്ക് കാശും മുടക്കി ഉടുത്തൊരുങ്ങി വണ്ടിയുടെ പുറത്ത് കയറി അവിടെ എത്തി ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുള്ളത് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ജന്മം പാഴായില്ലെന്ന് വിചാരിക്കാമായിരുന്നു. ഗുരുകുലങ്ങളിൽ ചെന്ന് ഗുരുക്കന്മാരുടെ പാദസേവയും ചെയ്ത് ചെടികൾ അവർ പറിച്ച് കാണിച്ച് പഠിപ്പിച്ച് ജീവിത പ്രയോജനത്തിനാകുമാറ് പഠിപ്പിച്ച ആ അസുലഭ മുഹൂർത്തങ്ങൾ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് എന്തു പ്രയോജനമുണ്ടെന്ന് ഇരുന്നാലോചിക്കുക. എന്നിട്ട് നിങ്ങളുടെ പിള്ളേരെ ഇനിയും വിടാൻ നോക്ക്. എൻ്റെ ആക്ഷേപങ്ങൾ ശരിയാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്നെ തല്ലാം. വീട്ടിൽ ചെല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്നോർക്ക് ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ടെന്ന്. മതിയോ? ഇന്നത്തേക്ക് മതിയാവും. നോക്കി നിർത്താം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ. ഹരി ഓം ഹരി.